ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. മക്കളെ, നിങ്ങൾ എൻ്റെ കൂടി കട്ടൊക്കെ നിൽക്കുകയാണെങ്കിലുണ്ടല്ലോ, നമുക്ക് ഈ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ 80 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ +2 നിങ്ങൾ പഠിക്കുന്നത് മുഴുവൻ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഇത് കൂടാതെ കുറേ ബോണസ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ സെപ്പറേറ്റ് വീഡിയോസ്, പഠിക്കേണ്ട 41 1 മാർക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ചെയ്തിരുന്നു. നിങ്ങൾ പഠിച്ചിരിക്കേണ്ട HTML കോഡും SQL കോഡും അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുന്ന 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഒരു 10 മാർക്കിന് സിമ്പിളായിട്ടുള്ള കുഞ്ഞു ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ ലിങ്ക് ഇതാ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കിക്കോ. ഇതും ഈ ഒരു വീഡിയോ കൂടി ആണെങ്കിൽ നിങ്ങളുടെ A+, നിങ്ങളുടെ പാസ് മാർക്ക്, നിങ്ങളുടെ 80 മാർക്ക് സെറ്റാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഇത്ര എഫേർട്ട് ഇട്ട് നമ്മൾ ഈ സമയത്ത് വീഡിയോ ചെയ്യുന്നതിന് ലൈക്ക് ചെയ്യുക, അത്രമാത്രം ചെയ്താൽ മതി. ഓക്കെ, വീഡിയോ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. ഈ വീഡിയോക്ക് നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒരുപാട് വീഡിയോസ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം, നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വളരെ കുറച്ച് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഒരുപാട് വീഡിയോസ് നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിച്ചെത്തിയിട്ടുണ്ട്. അവസാനമായിട്ട് നിങ്ങളിലേക്ക് പിന്നെ എനിക്ക് തോന്നി, പഠിക്കാത്ത ഒരുപാട് പേരുണ്ട്, ഇപ്പോഴും ചാപ്റ്ററിൻ്റെ പേരൊന്നും അറിയാതെ പല പല വീഡിയോസ് തപ്പി നടക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കമൻറ്റ് സെക്ഷനിൽ നിന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ വേറെ ഒരുപാട് വീഡിയോസ് ഒന്നും സെർച്ച് ചെയ്ത് നടക്കേണ്ട. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൽ നമുക്ക് വളരെ കുറച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തു എഴുതാനുള്ളൂ അല്ലേ? അപ്പോൾ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇതെല്ലാം എത്തിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നത്. വീഡിയോ എന്തുമാത്രം ലെങ്തി ആയി പോകുമെന്ന് എനിക്കറിയില്ല. ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമുക്കിത് പാർട്ടാക്കേണ്ടി വരും. ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ പാർട്ടാക്കേണ്ടി വരുമോ എന്നുള്ളത് നമ്മൾ ആ ഒരു എടുത്ത് പോയി കഴിഞ്ഞാലേ അറിയുള്ളൂ. മുഴുവൻ പാഠവും ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുക. അപ്പോൾ കട്ടയ്ക്ക് കൂടെ തന്നെ ലൈക്ക് ചെയ്തേ ജെനുവിൻ ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഫസ്റ്റ് ചാപ്റ്ററാണ് റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്. നമ്മൾ +1 പഠിച്ചിട്ടുള്ള ആ C++ലെ മുഴുവൻ കാര്യങ്ങളും ഒരൊറ്റ ചാപ്റ്ററിലൂടെ വളരെ ചുരുക്കിയിട്ടാണ് ഉള്ളത്. സോ ടോക്കൺസ് എന്താണ്? ടോക്കൺസ് എന്ന് പറയുന്നത് C++ പ്രോഗ്രാമിങ്ങിൻ്റെ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്കാണ് ടോക്കൺ എന്ന് പറയുന്നത്. ആ ടോക്കണെ 5 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മാറിപ്പോകാതെ പോളിക് എന്നുള്ള കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്, ലിറ്ററൽസ്, ഐഡന്റിഫയേഴ്സ് ആൻഡ് കീവേഡ്സ്, അതാണ് പോളിക് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ C++ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ സിമ്പിൾസ് ആണ്. ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ വരുന്നത്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ C++ പ്രോഗ്രാമിൽ ഒരു ഓപ്പറേഷൻ നടത്തുന്നു എന്നതിനെ കാണിക്കുന്ന സിമ്പിളാണ്. അതിന് എക്സാമ്പിളാണ് ഇതൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ് വരുന്നത്. ദെൻ ലിറ്ററൽസ് ഉണ്ട്, അല്ലെങ്കിൽ കോൺസ്റ്റൻസ് എന്ന് പറയും. അതായത് ആ പ്രോഗ്രാമിൽ മൊത്തം അതിന് ആ ഒരൊറ്റ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ആ ലിറ്ററൽസ് തന്നെ 3 തരത്തിലുണ്ട്. ഇൻറ്റീജർ ലിറ്ററൽസ് ഉണ്ട്, അതായത് ഓൾ നമ്പേഴ്സ് ഇല്ലേ, 1 2 3 അങ്ങനെയുള്ള ഹോൾ നമ്പേഴ്സ്, അതിൽ പോസിറ്റീവ് നെഗറ്റീവ് വരും കേട്ടോ. അതുണ്ട്. ഫ്ലോട്ടിംഗ് ലിറ്ററൽസ് ഉണ്ട്, അതായത് പോയിന്റ് വരുന്നത്, ഫ്രാക്ഷണൽ പാർട്ട് വരുന്ന ഫ്ലോട്ടിംഗ് ലിറ്ററൽസ് ഉണ്ട്. ക്യാരക്ടർ ലിറ്ററൽസ് ഉണ്ട്, അതായത് സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ക്യാരക്ടർ കൊടുക്കുകയാണ്. കോഡ്സിൽ A, കോഡ്സിൽ 8 അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിന് ക്യാരക്ടർ ലിറ്ററൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ലിറ്ററൽസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. സ്ട്രിംഗ് ലിറ്ററൽ കൂടിയുണ്ട്. നമ്മൾ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ ഒന്നിലധികമോ ക്യാരക്ടേഴ്സ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഡബിൾ കോഡിൻ്റെ ഉള്ളിൽ സ്കോർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്താൽ അത് സ്ട്രിംഗ് ലിറ്ററലാണ്. ദെൻ ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം എലമെന്റിൽ നമ്മൾ കൊടുക്കുന്ന പലതരത്തിലുള്ള നെയിമാണ്. ഐഡന്റിഫയേഴ്സിന്റെ പാർട്ട് 3 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. അതിന് വേരിയബിൾ ഉണ്ട്. വേരിയബിൾ എന്ന് വെച്ചാൽ നമ്മൾ ആ മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന പേര്. ദെൻ ലേബൽ എന്ന് പറയുന്നത് ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന പേര്. ഫംഗ്ഷൻ നെയിം ഉണ്ട്. ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്ന ആ നെയിമാണ് ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത്. ദെൻ ഒരു ഐഡന്റിഫയർ ഫോം ചെയ്യുന്നതിനുള്ള റൂൾസ് എന്താണ്? ആൽഫബറ്റ്സേ പാടുള്ളൂ. പിന്നെ അത് എന്താണ്, ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ, ഈ 3 കാര്യങ്ങളെ പാടുള്ളൂ. കീവേഡ്സ് ആകാൻ പാടില്ല. ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കീവേഡ് അല്ലെങ്കിൽ റിസർവ് വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പൈലറിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു മീനിങ് കൊടുക്കുന്നതാണ് കീവേഡ്. ഫ്ലോട്ട്, ഇഫ്, ബ്രേക്ക്, സ്വിച്ച് ഒക്കെ അതിന് എക്സാമ്പിളാണ്. അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേരിയബിളിൽ ഏത് ടൈപ്പിലുള്ള ഡേറ്റയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് ഡാറ്റ ടൈപ്പ് ഉള്ളത്. ഡാറ്റ ടൈപ്പ് വോയിഡ് ഉണ്ട്. വോയിഡിൽ ഡേറ്റയൊന്നും ഇല്ല. മെമ്മറി ബൈറ്റ്സ് 0 ആണ്. ക്യാർ ഉണ്ട്, ക്യാരക്ടർ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ, അതിൻ്റെ മെമ്മറി 1 ആണ്. ഇൻഡ് ഉണ്ട്, ഇൻറ്റീജർ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ മെമ്മറി 4 ആണ്. ഫ്ലോട്ട് ഉണ്ട്, റിയൽ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ, അതും 4 തന്നെയാണ്. അതായത് പോയിന്റ്സ് വരുന്നത് സ്റ്റോർ ചെയ്യാൻ. ദെൻ ഡബിൾ ഉണ്ട്. ഡബിൾ എന്ന് വെച്ചാൽ കൂടുതൽ പ്രിസിഷനിൽ, ഫ്ലോട്ടിനേക്കാളും കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് ഇതിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ മെമ്മറി ബൈറ്റ് 8 ആണ് വരുന്നത്. ദെൻ C++ പ്രോഗ്രാമിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ പറഞ്ഞാൽ ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ കൊടുക്കും, യൂസിങ് നെയിം സ്പേസ് ഐഡന്റിഫയർ കൊടുക്കും. ദെൻ ഇൻറ്റ് മെയിൻ, ദെൻ നമ്മൾ ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കും, സെമിക്കോളൻ ഇടും. ദെൻ റിട്ടേൺ 0,
ദെൻ നമ്മൾ സെമിക്കോളൻ കൊടുക്കുന്നു, ദെൻ ബ്രേസസ് ക്ലോസ് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ കോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ പ്രോഗ്രാം മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രോഗ്രാമിൻ്റെ റീഡബിലിറ്റി വായിക്കുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിനാണ് കമൻസ് എന്ന് പറയുന്നത്. കമൻസ് പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ടല്ല, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ ഒന്നും പറ്റുന്ന ഒരു പാർട്ടല്ല, നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് നമ്മൾ കൊടുക്കുന്നതാണ്. 2 തരത്തിലുള്ള കമൻസ് ഉണ്ട്, സിംഗിൾ ലൈൻ കമൻറ്റും ഉണ്ട്, മൾട്ടി ലൈൻ കമൻസും ഉണ്ട്. മൾട്ടി ലൈൻ കമൻസ് ഇങ്ങനെ നമ്മൾ കൊടുക്കുക. ദെൻ കോൺസ്റ്റ് കീവേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോൺസ്റ്റ് കീവേഡ് സ്പെസിഫൈ ദ വാല്യൂ ഓഫ് എ വേരിയബിൾ ദാറ്റ് ഡസൻ ചേഞ്ച് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ അവസാനം വരെ നമ്മൾ കോൺസ്റ്റ് വെച്ചിട്ട് ആ കീവേഡ് വെച്ചിട്ട് സംഭവം കൊടുത്തു കഴിഞ്ഞാൽ, വേരിയബിളിൻ്റെ വാല്യൂ കൊടുത്താൽ പ്രോഗ്രാം തീരുന്നത് വരെ അതിൻ്റെ വാല്യൂവിൽ ചേഞ്ച് ഒന്നും വരില്ല. ഇപ്പോൾ എക്സാമ്പിളാണ് കോൺസ്റ്റ് ഫ്ലോട്ട് PI ഈക്വൽ 3.14 എന്ന് കൊടുത്താൽ PI, അപ്പം അതിൻ്റെ വാല്യൂ എന്തായിരിക്കും 3.14 ആയിരിക്കും. ദെൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ സാധാരണ നോർമൽ ഫ്ലോനെ മാറ്റാൻ വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യാനുള്ളതാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഇഫ്, ഇഫ് എൽസ്, നെസ്റ്റഡ് ഇഫ്, എൽസ് ഇഫ് ലാഡർ, സ്വിച്ച്, കണ്ടീഷണൽ ഓപ്പറേറ്റർ ഒക്കെ. അപ്പോൾ ഇഫിൻ്റെ എല്ലാത്തിനും സിൻടാക്സ് പഠിക്കണം കേട്ടോ. ഇഫിൻ്റെ സിൻടാക്സ് എന്താ? ഇഫ്, ടെസ്റ്റ് എക്സ്പ്രഷൻ, എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക്. ഇഫ് എൽസിൻ്റെതോ ഇഫ്, ടെസ്റ്റ് എക്സ്പ്രഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1, എൽസ് കഴിഞ്ഞിട്ട് പിന്നെയും സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 ആണ് വരുന്നത്. നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഇഫ് നമ്മൾ അതിൽ കൊടുക്കും. ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നു, അതിൻ്റെ ഉള്ളിൽ പിന്നെയും ഇഫ് കൊടുക്കുന്നു, ദെൻ സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു, ആൻഡ് എൽസ് അതല്ല എന്നുണ്ടെങ്കിൽ സി ഔട്ട് ചെയ്ത് എന്നുള്ളത് കൊടുക്കുന്നു. എൽസ് ഇഫ് ലാഡർ ഉണ്ട്. എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത് ഒന്നിലധികം ടു സെലക്ട് വൺ ഓഫ് മെനി കോഡ് ബ്ലോക്സ് ഫോർ എക്സിക്യൂഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് നോക്കുക. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കുന്നു, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് കൊടുക്കുന്നു. എൽസ് ഇഫ് അതല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ കൊടുക്കുന്നു, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു, അടുത്ത കണ്ടീഷൻ കൊടുക്കുന്നു, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ഇതൊന്നും അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് എൽസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എന്ന് കൊടുക്കുമ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും ഇതേപോലെ തന്നെ. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് സ്വിച്ച് കൊടുക്കും, ആ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കും, കേസസ് ആയിട്ട് കൊടുക്കുക. ആദ്യത്തെ കേസ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്ക്, രണ്ടാമത്തെ കേസ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്ക്, അങ്ങനെ ഒത്തിരി കേസസ് കൊടുക്കുക, സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക, ബ്രേക്ക് കൊടുക്കുക. ഈ കേസ് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ ഡീഫോൾട്ടിൽ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും, അതായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ. ദെൻ കണ്ടീഷണൽ ഓപ്പറേറ്റർ ടെർണറി ഓപ്പറേറ്റർ ആണ്. അതിന് 3 ഓപ്പറൻ്റ് ഉണ്ട്. 2 ഓപ്പറേറ്റർ ആണ് ക്വസ്റ്റ്യൻ മാർക്കും കോളനും, 3 ഓപ്പറേറ്റർ ആണ് ഇതിലുണ്ടാകുക. അതുകൊണ്ടാണ് ഇതിന് ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടീഷൻ കൊടുക്കും, ദെൻ ക്വസ്റ്റ്യൻ മാർക്ക്, ദെൻ ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും, ദെൻ കോളൻ കൊടുക്കുന്നു, എന്നിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഫോൾസ് പാർട്ട് ഇതാണ്. ഓക്കെ. ദെൻ ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിലധികമോ സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. C++ലുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ് ആൻഡ് ഡു വൈൽ ലൂപ്പാണ്. അതിൽ ഫോറും വൈലും എൻട്രി കൺട്രോൾഡ് ആണ്, ഡു വൈൽ എന്ന് പറയുന്നത് എക്സിറ്റ് കൺട്രോൾഡ് ആണ്. എൻട്രി കൺട്രോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൂപ്പ് ബോഡിയിലേക്ക് കയറുന്നതിന് മുന്നേ കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമാണ് ആ ലൂപ്പ് റൺ ചെയ്യുള്ളൂ. പക്ഷേ എക്സിറ്റ് കൺട്രോൾ അങ്ങനെയല്ല, ഒരു തവണയെങ്കിലും ലൂപ്പിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുള്ളൂ, ആ ഒരു കണ്ടീഷൻ എക്സിക്യൂട്ട് ആകുന്നുള്ളൂ. ഓക്കെ. ദെൻ ലൂപ്പിൻ്റെ അതേപോലെ തന്നെ എന്താണ് 4 എലമെൻറ്റ്സ് വരുന്നത്. ഇനീഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ അതിന് ആദ്യം കൊടുക്കുന്ന വാല്യൂ, പിന്നെ കണ്ടീഷൻ, എന്താണ് നമ്മുടെ കണ്ടീഷൻ, ആ ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കും, പിന്നെ അപ്ഡേഷൻ, ലൂപ്പിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്ഡേഷൻ കൊടുക്കും, ദെൻ ബോഡി ഓഫ് ലൂപ്പ്. ഓക്കെ. ദെൻ വൈൽ ലൂപ്പ് ഉണ്ട്. ഓരോന്നും വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ് എല്ലാത്തിൻ്റെയും സിൻടാക്സ് നിങ്ങൾ പഠിച്ചോളാം. സിൻടാക്സ് ഒരുപാട് അങ്ങനെ എല്ലാത്തിനെയും പഠിച്ച് കൺഫ്യൂഷൻ ആകണ്ട. ഇഫിൻ്റെയും എൽസിഫ്, സ്വിച്ചിൻ്റെയൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. നെസ്റ്റഡ് ലൂപ്പ് എന്ന് വെച്ചാൽ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ അനദർ ലൂപ്പ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നെസ്റ്റഡ് ലൂപ്പ്. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ടിൽ നിന്ന് കൺട്രോൾ മറ്റൊരു പാർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത്. അതിൽ വരുന്നതാണ് ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു, റിട്ടേൺ ഒക്കെ. ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യാൻ, അവിടെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കണ്ടിന്യൂ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, കുറച്ച് ഭാഗം സ്കിപ്പ് ചെയ്ത് മറ്റൊരു ഭാഗത്ത് ആ ലൂപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഗോ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ എക്സിറ്റ് എന്ന് പറഞ്ഞാലും അത് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യാനാണ്. രണ്ടാമത്തെ ചാപ്റ്ററാണ് അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ എലമെൻസിൻ്റെ ഒരു കളക്ഷൻ, നമ്മളൊരു മെമ്മറി ലൊക്കേഷനിൽ കുറേ സാധനങ്ങൾ സേവ് ചെയ്ത് വെക്കുന്നതാണ് അറേ എന്ന് പറയുന്നത്. സോ അറേയിൽ പൊസിഷൻ ഉണ്ട് ഓരോന്നിനും. 0യിൽ നിന്നാണ് അറേ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പൊസിഷൻ ഇപ്പോൾ ഇൻഡ്
A10 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതിൽ പൊസിഷൻ വരുന്നത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9 വരെയാണ്. അങ്ങനെ 10 വരിക. 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്നിനെയും 0, 1, 2, 3 ഓരോന്നിനും നമ്മൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറയും. പിന്നെ അറേ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒക്കെയാണ് നമ്മൾ ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. അറേ ഡിക്ലെയർ ചെയ്യുക എന്ന് പറയുന്നത് അറേ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് വാല്യൂ കൊടുക്കുക. അതായത് ഇപ്പോൾ ഇൻഡ് A10 എന്ന് പറഞ്ഞാൽ ആ അറേയുടെ 10 വാല്യൂസ് ആണ് ആ അറേയുടെ ഉള്ളിൽ, ആ എ എന്ന് പറയുന്ന അറേയുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സോ അതാണ് എന്ത് വരുന്നത്, അറേ ഡിക്ലെയർ ചെയ്യുന്നത്. അറേ ഇനീഷ്യലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത്, സോറി പറഞ്ഞതൊന്ന് മാറിപ്പോയി, അറേ ഡിക്ലെയർ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ മെമ്മറി സ്പേസ് നമ്മൾ പറയുന്നതാണ്. അതായത് ഇൻഡ് A10 എന്ന് പറയുമ്പോൾ A എന്ന് പറയുന്ന അറേയുടെ ഉള്ളിൽ 10 വാല്യൂസ് 10 എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് അറേ ഡിക്ലറേഷൻ. ഈ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതിന് വാല്യൂ കൂടി കൊടുക്കുകയാണ്. ഈക്വൽ ടു ഇട്ടിട്ട് ഈ 10 വാല്യൂസ് 10, 20, 30 അങ്ങനെ എന്നിട്ട് നമ്മൾ ബ്രേസസിൽ നമ്മൾ കൊടുത്ത് സെമിക്കോളൻ ഇടാണെങ്കിൽ അതാണ് അറേ ഇനീഷ്യലൈസേഷൻ. അതായത് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ വാല്യൂ കൊടുക്കുന്നതാണ് അറേ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ അറേ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൽ ഒരു തവണയെങ്കിലും ഓരോ എലമെന്റ്, അറേയിലെ ഓരോ എലമെന്റും ആക്സസ് ചെയ്യുന്നതിനാണ് അറേ ട്രാവേഴ്സൽ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഇൻ സ്ട്രിങ്, അതായത് നമ്മൾ ഇതിൽ ഇൻപുട്ട് ഓപ്പറേറ്റർ സീനാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ അതിലേക്ക് വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഗെറ്റ്സ് ഫംഗ്ഷൻ ഉണ്ട്. ഗെറ്റ്സ് ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണുള്ളത്, വൈറ്റ് സ്പേസസ് ഒക്കെ ഉള്ളത്. ഇപ്പോൾ സ്പേസും ഹയർ സെക്കൻഡറിയുടെ ഇവിടെയൊക്കെ കണ്ടോ, സ്പേസ് ഒക്കെ കണ്ടോ, വൈറ്റ് സ്പേസസ് ഒക്കെ ഉള്ള സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. പുട്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റേത് ഇൻസേർട്ട് ചെയ്യാനാണ്, ഇത് നമുക്ക് ഡേറ്റ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് മോണിറ്ററിൽ ഡേറ്റ കാണാനാണ് പുട്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ ഫംഗ്ഷൻസിൽ പറയുന്നതാണ് മോഡുലർ പ്രോഗ്രാമിംഗ്. മോഡുലർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രോഗ്രാമിങ്ങിനെ സ്മോൾ പ്രോഗ്രാംസ് ആയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതിനാണ് മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. അതിന് മെറിറ്റ്സ് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ സൈസ് കുറയ്ക്കാൻ സഹായിക്കും, പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ സഹായിക്കും, എറർ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്, റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡിമെറിറ്റ്സ് പറഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഓരോ സബ് പ്രോഗ്രാമിംഗ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ദെൻ ഇതിലുള്ള ഫംഗ്ഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടി പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻസ് നേരത്തെ അതിലുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും ഉണ്ട്, യൂസർ ഉണ്ടാക്കി കൊടുക്കുന്ന യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും ഉണ്ട്. ദെൻ പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയിംഡ് വേരിയബിൾ പാസ്ഡ് ഇൻ ടു എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ പേരിട്ട് കൊടുക്കുന്ന വേരിയബിൾ ആണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ കപ്പ് ഈക്വൽ മേക്ക് കോഫി, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ള വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ എന്നൊക്കെ കൊടുക്കുകയാണ്. സോ ഇവിടെ മേക്ക് കോഫി എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ നെയിം. ആ ഫംഗ്ഷൻ നെയിമിലേക്ക് കൊടുത്തിരിക്കുന്ന ആർഗ്യുമെന്റ്സ് ആണ് ഈ വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ ഒക്കെ. ഓക്കെ, പിന്നെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. ഇതിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് വെച്ചാൽ ഓൾറെഡി ഇതിലുള്ള ഫംഗ്ഷൻസ് ആണ്. അതിൽ വരുന്നതാണ് കൺസോൾ ഫംഗ്ഷൻസ്. ഫോർ ക്യാരക്ടേഴ്സിന് വരുന്ന ഫംഗ്ഷൻസ് ആണ് ഗെറ്റ് ക്യാറും പുട്ട് ക്യാറും. ഗെറ്റ് ക്യാർ എന്ന് വെച്ചാൽ ക്യാരക്ടർ ഇൻസേർട്ട് ചെയ്യാൻ, പുട്ട് ക്യാർ എന്ന് വെച്ചാൽ ക്യാരക്ടർ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അതിൽ വരുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിന് വരുന്ന സ്ട്രീം ഫംഗ്ഷൻസ് ആണ്. IO സ്ട്രീം ആണ് ഹെഡർ ഫയൽ വരുന്ന സ്ട്രീം ഫംഗ്ഷൻസ്. ഇൻപുട്ട് ഫംഗ്ഷൻ ഉണ്ട് ഗെറ്റും ഗെറ്റ് ലൈനും പുട്ടും റൈറ്റും. ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഇൻപുട്ട് ഫംഗ്ഷൻ ആണ് ഗെറ്റും ഗെറ്റ് ലൈനും. ഗെറ്റ് എന്ന് വെച്ചാൽ ഒരൊറ്റതായിട്ട് കിട്ടും, ഗെറ്റ് ലൈൻ എന്ന് വെച്ചാൽ ഒന്നിലധികം നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പുട്ടും റൈറ്റും ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണ് വരുന്നത്. സ്ട്രിംഗ് ഫംഗ്ഷനിൽ വരുന്നതാണ് strlen. strlen എന്ന് പറയുന്നത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്. ഇവിടെ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഗെറ്റ് എന്ന് പറയുന്നത് കണ്ട ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പുട്ട് ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ട്രീം ഫംഗ്ഷൻസിൽ ഗെറ്റ് വരുന്നുണ്ട്. ഗെറ്റ് സിംഗിൾ ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാം. ഗെറ്റ് ലൈൻ എന്ന് വെച്ചാൽ നമുക്കൊരു സ്ട്രിങ് തന്നെ, ഓക്കെ, ഇതിലൊരു ക്യാരക്ടർ മാത്രമേ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഇവിടെ നമുക്ക് സ്ട്രിങ് തന്നെ ഒന്നിലധികം ക്യാരക്ടേഴ്സ് ഇൻസേർട്ട് ചെയ്യാം. ഔട്ട്പുട്ട് ഫംഗ്ഷനിൽ പുട്ട് യൂസ് ചെയ്യുന്നത് ഒരു ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ, റൈറ്റ് യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാൻ. സ്ട്രിംഗ് ഫംഗ്ഷനിൽ വരുന്നത് strlen, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ. കോപ്പി CPY എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെ മറ്റൊന്നിലേക്ക് കോപ്പി ചെയ്യാൻ. strcat ഉണ്ട് ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർത്ത് അപ്പൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. strcmp എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ നോക്കാതെ രണ്ട് സ്ട്രിങ്ങുകളെ കമ്പയർ ചെയ്യാൻ. strcmpi എന്ന് പറയുന്നത് കേസ് ഇഗ്നോർ ചെയ്തുകൊണ്ട് രണ്ട് സ്ട്രിങ്ങുകളെ കമ്പയർ ചെയ്യാൻ. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിൽ വരുന്നതാണ് ABS, ആബ്സല്യൂട്ട് വാല്യൂ ഇൻഡിജറിനെ കണ്ടുപിടിക്കാൻ. SQRT സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ. POW അതായത്
നമ്പറിൻ്റെ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ക്യാരക്ടർ ഫംഗ്ഷനിൽ വരുന്നതാണ് ഈസ് അപ്പർ. നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഈസ് ലോവർ, അപ്പർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഈസ് അപ്പർ, ലോവർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഈസ് ലോവർ, ക്യാരക്ടർ ഒരു ആൽഫബറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഈസ് ആൽഫ, നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ ഡിജിറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഈസ് ഡിജിറ്റ്, നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ ആൽഫ ന്യൂമറിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ആൽനം, അപ്പർ കേസിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് 2 അപ്പർ, ലോവർ കേസിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് 2 ലോവർ. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ യൂസറാണ് ഡിഫൈൻ ചെയ്യുന്നത്. ആ സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഗ്രൂപ്പ് ഓഫ് കോഡ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ആ ഫംഗ്ഷൻ കൊടുക്കുന്നത് യൂസറാണ് അതിലേക്ക് ഡിഫൈൻ ചെയ്യുന്നത്. ഈ പറഞ്ഞതല്ല, നേരത്തെ കാണിച്ചത് ബിൽട്ടിംഗ് ഫംഗ്ഷനാണ്, മറ്റേത് യൂസർ ഫംഗ്ഷനാണ്. പിന്നെ നമ്മളിതിൽ പഠിക്കുന്നത് ഫോർമൽ ആർഗ്യുമെൻസും ആക്ച്വൽ ആർഗ്യുമെൻസും. ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷനിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ആണ് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ the variables used in the function definition as argument. Function definitionൽ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് കൊടുക്കുന്ന വേരിയബിൾസ് ആണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ഫംഗ്ഷൻ കോളിന് നമ്മൾ കൊടുക്കുന്ന വേരിയബിൾസ് ആണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. ദെൻ കോൾ ബൈ മെത്തേഡും കോൾ ബൈ റെഫറൻസും നമ്മൾ ഡിഫറൻസ് പഠിക്കണം. കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ഇവിടെ ഫോർമൽ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ളത് ഓർഡിനറി വേരിയബിൾസ് ആണ്. അതേസമയം ഇവിടെ റെഫറൻസ് വേരിയബിൾസ് ആണ് കോൾ ബൈ റെഫറൻസിലുള്ളത്. ദെൻ ഇവിടെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റോ വേരിയബിളോ എക്സ്പ്രഷനോ ആകാം. ഇവിടെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് വേരിയബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ ഫോർമൽ ആർഗ്യുമെന്റ്സിൽ ഓരോന്നിനും വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ബട്ട് ഇവിടെ അങ്ങനെ മെമ്മറി അലോക്കേഷൻ ഇല്ല, ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ദെൻ ഇവിടെ ചേഞ്ചസ് മെയ്ഡ് ഇൻ ഫോർമൽ ആർഗ്യുമെന്റ്സ്. ഫോർമൽ ആർഗ്യുമെന്റ്സിൽ വരുത്തുന്ന മാറ്റങ്ങൾ ആക്ച്വൽ ആർഗ്യുമെന്റ്സിൽ റിഫ്ലക്റ്റ് ചെയ്യാറില്ല, പക്ഷേ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. ദെൻ ലോക്കൽ വേരിയബിൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ബോഡിയിൽ വിത്തിൻ ദ ബോഡി ഓഫ് എ ഫംഗ്ഷൻ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതാണ് ലോക്കൽ വേരിയബിൾ. എന്നാൽ ഫംഗ്ഷൻ്റെ ഉള്ളിലല്ല, ഡിക്ലെയർ ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ, ഫംഗ്ഷൻ്റെ ഔട്ട്സൈഡിലാണ് എല്ലാ ഫംഗ്ഷനും ആക്സസ് ചെയ്യാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ അതാണ് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് ചാപ്റ്റർ വെബ് ടെക്നോളജി. അതിൽ നമ്മൾ പഠിക്കുന്നതാണ് WWWയുടെ ഫുൾ ഫോം വേൾഡ് വൈഡ് വെബ്. അതൊന്നും വെബ് പേജ് എന്ന് വെച്ചാൽ വേൾഡ് വൈഡ് വെബിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് വെബ് പേജ് എന്ന് പറയുന്നത്. വെബ് പേജിൽ ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, ഓഡിയോ, വീഡിയോ, ഹൈപ്പർ ലിങ്കുകളൊക്കെ ഉണ്ടാകും. വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ വെബ് പേജിൻ്റെ കളക്ഷൻസ് ആണ്. വെബ് പേജുകൾ HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ വെബിലെ കമ്മ്യൂണിക്കേഷൻ 2 രീതിയിലുണ്ട്. ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനും ഉണ്ട്, വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനും ഉണ്ട്. ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂസർ എന്ത് ചെയ്യും, സെർവറിൻ്റെ അടുത്ത് സർവീസ് റിക്വസ്റ്റ് ചെയ്യും, സെർവർ എന്ത് ചെയ്യും, തിരിച്ച് ആ സർവീസ് റിട്ടേൺ ചെയ്യും. അങ്ങനെയാണ് ക്ലയൻറ്റ് ടു വെബ് സെർവർ വരുന്നത്. വെബ് സെർവർ ടു വെബ് സെർവറിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ പോലെ സെർവർ ടു സെർവർ ആണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇവിടെ ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റിൻ്റെ വെബ് സെർവർ ഉണ്ടാകും, അതെന്ത് ചെയ്യും, നമ്മുടെ ബാങ്ക് സെർവറിലേക്ക് നമ്മുടെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കും. ബാങ്ക് അപ്പോൾ അതനുസരിച്ച് പേയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് ഇൻഫർമേഷൻ കൊടുക്കും. അതാണ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ദെൻ വെബ് സെർവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർഫുൾ കമ്പ്യൂട്ടേഴ്സ് ആണ്. എല്ലാ വെബ്സൈറ്റ്സും ഹോസ്റ്റ് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള വലിയ ഹ്യൂജ് കമ്പ്യൂട്ടേഴ്സ് ആണ് വെബ് സെർവർ എന്ന് പറയുന്നത്. വെബ് സെർവറിലൂടെയാണ് നമുക്ക് വെബ് പേജ് അല്ലെങ്കിൽ ഇമെയിൽ, ബ്ലോഗ് പോലുള്ള സർവീസസ് ഒക്കെ അവൈലബിൾ ആകുന്നത്. ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് റിക്വസ്റ്റ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിനെ സെർവർ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്സ് ആണ്. അതൊരു 16-bit നമ്പറാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർട്ട് നമ്പേഴ്സും അതിൻ്റെ സർവീസും പഠിച്ചിരിക്കണം. 2021 ആണ് FTP, SSHൻ്റെ 22, SMTPയുടെ 25, DNSൻ്റെ 53, HTTP 80, POP3 110 ആണ് വരുന്നത്. നിർബന്ധമായിട്ട് പഠിക്കണം. HTTPS 443 ആണ് വരുന്നത്. DNS എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമൈൻ നെയിം സെർവർ. DNS എന്ന് പറയുന്നത്. DNS സെർവർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഡൊമൈൻ നെയിമിനെ IP-യിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ലേറ്റിംഗ് ഡൊമൈൻ നെയിം ഇൻ ടു IP അഡ്രസ്സ്. അതിനാണ് DNS സെർവർ യൂസ് ചെയ്യുന്നത്. ദെൻ വെബ് ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അട്രാക്റ്റീവ് വെബ് പേജ് ഉണ്ടാക്കുന്നതാണ് വെബ് ഡിസൈനിങ്. നമുക്ക് പലതരത്തിലുള്ള ടെക്സ്റ്റ് എഡിറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് വെബ് പേജസ് ഡിസൈൻ ചെയ്യാൻ പറ്റും. ജീനി, സബ്ലൈം ടെക്സ്റ്റ്, നോട്ട്പാഡ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ദെൻ സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും തമ്മിലുള്ള ഡിഫറൻസ്. സ്റ്റാറ്റിക് വെബ് പേജിൽ കണ്ടന്റും ലേഔട്ടും ഫിക്സഡ് ആണ്. ഡൈനാമിക് വെബ് പേജിൽ കണ്ടന്റ് ലേഔട്ട് മാറിക്കൊണ്ടിരിക്കും. സ്റ്റാറ്റിക്കിൽ ഡാറ്റാബേസ് യൂസ് ചെയ്യാറില്ല, ഇതിൽ യൂസ് ചെയ്യും. ഇത് നേരെ ബ്രൗസറിൽ റൺ ചെയ്യുന്ന, ഇത് സെർവറിൽ റൺ ചെയ്യുന്ന, ഡെവലപ്പ് ചെയ്യാൻ എളുപ്പമാണ്. ഇതിന് പ്രോഗ്രാമിംഗ് സ്കില്ല് ആവശ്യമുണ്ട്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HTML പേജിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാം കോഡുകളാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് ടാഗിലാണ്. അതൊരു കണ്ടെയ്നർ ടാഗാണ്, ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ട്. അതിനുള്ളിലാണ് സ്ക്രിപ്റ്റ് നമ്മൾ കൊടുക്കാറ്. കോമൺ ആയിട്ടുള്ള കുറച്ച് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, PHP ഒക്കെ.
ദെൻ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗും ഉണ്ട്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗും ഉണ്ട്. രണ്ടും തമ്മിൽ ഡിഫറൻസ് പഠിക്കണം. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇത് ക്ലയൻറ്റിനെ ബ്രൗസറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഇത് വെബ് സെർവറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ക്ലയൻറ്റിനെ ഡാറ്റയുടെ വാലിഡേഷൻ ഒക്കെയാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്, പക്ഷേ ഇത് ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ബ്രൗസർ ഡിപ്പെൻഡൻ്റ് ആണ്, ബ്രൗസറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. യൂസേഴ്സിനെ ബ്ലോക്ക് ചെയ്യാം, ഇവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിളാണ് ജാവാ സ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റും, ഇവിടെ എക്സാമ്പിളാണ് പേൾ, PHP, ASP, JSP ഒക്കെ. ദെൻ HTML. HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ HTML ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ HTML കൊടുക്കുന്ന കമാൻഡ്സിനെയാണ് ടാഗ് എന്ന് പറയുന്നത്. ടാഗ് നമ്മളൊരു ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടാഗ് കൊടുക്കാറ്. ഓപ്പൺ ടാഗും ഉണ്ടാകും, ചിലതിന് ക്ലോസിങ് ടാഗും ഉണ്ടാകും. ദെൻ രണ്ട് ടൈപ്പ് ടാഗ് ഉണ്ട്. കണ്ടെയ്നർ ടാഗ് ഉണ്ട്, കണ്ടെയ്നർ ടാഗിലാണ് ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും വരുന്നത്. അതല്ലാതെ empty ടാഗുകളും ഉണ്ട്. ദെൻ HTML ഡോക്യുമെൻ്റ് ഒരു ബേസിക് സ്ട്രക്ചർ. HTML ടാഗ് ഓപ്പൺ ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്ത് വെബ് പേജിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ട് ടൈറ്റിൽ ക്ലോസ് ചെയ്യും, ദെൻ ഹെഡ് ക്ലോസ് ചെയ്യും, എന്നിട്ട് ബോഡി സ്റ്റാർട്ട് ചെയ്യും. ബോഡി ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കണ്ടൻസ് കൊടുക്കും, ബോഡി ക്ലോസ് ചെയ്യും, ദെൻ HTML ടാഗ് അവിടെ ക്ലോസ് ചെയ്യും. ഓക്കെ. ദെൻ HTML ടാഗ് എന്ന് പറയുന്നത്, HTML ടാഗ് ഒരു കണ്ടെയ്നർ ടാഗാണ്. അതിന് ഓപ്പണിംഗ് ടാഗും ഉണ്ട്, ക്ലോസിംഗ് ടാഗും ഉണ്ട്. അതിൻ്റെ ആട്രിബ്യൂട്ട് വരുന്നത് ലാംഗ്വേജ് കൊടുക്കാൻ, dir ഡയറക്ഷൻ കൊടുക്കാൻ. ഹെഡ് ടാഗ് ഉണ്ട്, അതും ഒരു കണ്ടെയ്നർ ടാഗാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് വെബ് പേജിൻ്റെ ടൈറ്റിൽ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ദെൻ ടൈറ്റിൽ ടാഗ് ഉണ്ട്, ടൈറ്റിൽ ടാഗിൽ HTML ഡോക്യുമെൻ്റ് ടൈറ്റിൽ കൊടുക്കും. ബോഡി ടാഗിൽ ബോഡി സെക്ഷൻ, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്താ, BG കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യാൻ, ടെക്സ്റ്റ്, അതിലൊരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന കളർ ഏത് കൊടുക്കണം, ലിങ്ക് നമ്മൾ കാണാത്ത അൺവിസിറ്റഡ് ലിങ്കിനാണ് ലിങ്ക് കൊടുക്കുന്നത്. അത് ബ്ലൂ കളറിലായിരിക്കും ഉണ്ടാകുക. നിങ്ങൾ ഗൂഗിളൊക്കെ ബ്രൗസ് ചെയ്യുമ്പോൾ അറിയാലോ. ലിങ്ക് എന്ന് പറയുന്നത് ആക്റ്റീവ് ലിങ്കിന് ഏത് കളർ കൊടുക്കണം, ഗ്രീൻ കളറാണ് ആക്റ്റീവ്, നമ്മൾ ക്ലിക്ക് ചെയ്ത ആക്റ്റീവ് ലിങ്കിന്. ലിങ്ക് എന്ന് വെച്ചാൽ ഓൾറെഡി വിസിറ്റ് ചെയ്ത ലിങ്കിന് പർപ്പിൾ കളർ ആയിരിക്കും ഉണ്ടാകുക, അത് കൊടുക്കാനാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ലെഫ്റ്റ് മാർജിൻ ഉണ്ട്, ലെഫ്റ്റ് മാർജിൻ എന്തുമാത്രം ഇടണം, ടോപ്പ് മാർജിൻ എന്തുമാത്രം, എവിടെ നിന്നാണ് ടെക്സ്റ്റ് ബോഡി അപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ദെൻ HTMLൻ്റെ P ടാഗ് എന്ന് വെച്ചാൽ പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. പിന്നെ ഹെഡിങ്സ് കൊടുക്കാൻ H ടാഗാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ ഒക്കെ വരുന്നത്. P ടാഗ് പാരഗ്രാഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, BR ടാഗ് ബ്രേക്ക് കൊടുക്കാൻ, HR ടാഗ് ഹൊറിസോണ്ടൽ ലൈന് അതിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് HR ടാഗ് ഉള്ളത്. ദെൻ സെൻറ്റർ ടാഗ് ഉണ്ട്, നമ്മുടെ കണ്ടന്റ് സെൻറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വരുന്നതാണ് B അല്ലെങ്കിൽ സ്ട്രോങ്, ബോൾഡ് ആക്കാൻ, I അല്ലെങ്കിൽ EM ഇറ്റാലിക്സിൽ കൊടുക്കാൻ, U അണ്ടർലൈൻ ചെയ്യാൻ, S സ്ട്രൈക്ക് ചെയ്യാൻ, ഇങ്ങനെ വെട്ടാൻ വേണ്ടിയിട്ട്. ബിഗ് സൈസ് ബിഗ് ആക്കാൻ, സ്മോൾ ആക്കാൻ, സബ്സ്ക്രിപ്റ്റ് കൊടുക്കാൻ. ഇപ്പോൾ H2O അത് സബ്സ്ക്രിപ്റ്റ് കൊടുക്കാൻ. SUP എന്നാണ് സൂപ്പർ സ്ക്രിപ്റ്റിന്. ഇപ്പോൾ O സ്ക്വയർ എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതാണ് സൂപ്പർ സ്ക്രിപ്റ്റ് കൊടുക്കാൻ. പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അഡ്രസ് ടാഗ് പോസ്റ്റൽ അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ മാർക്ക് ടാഗ് ഉണ്ട്, അതായത് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് എങ്ങനെ പോകണം അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് കാണിക്കാനാണ് മാർക്ക് ടാഗ് യൂസ് ചെയ്യുന്നത്. ദെൻ DIV ഉണ്ട്, ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അലൈൻമെൻറ്റ്, ID, സ്റ്റൈലൊക്കെയാണ് അതിൻ്റെ ആട്രിബ്യൂട്ട് വരുന്നത്. ഫോണ്ട് ടാഗ് ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന ഫോണ്ടിൻ്റെ സൈസ്, കളർ, സ്റ്റൈൽ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ അതുകൂടാതെ HTML എൻറ്റിറ്റി സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വരുന്നത് അതാ നോക്കാം. ബ്ലാങ്ക് സ്പേസ് കൊടുക്കാൻ നമ്മൾ യൂസ് ചെയ്യും. ഇത് വരുത്താൻ കോട്ട് യൂസ് ചെയ്താൽ ഡബിൾ കൊട്ടേഷൻ മാർക്ക് നമുക്ക് യൂസ് ചെയ്യാം. ലെസ് ദാൻ സിമ്പിൾ കൊടുക്കാൻ നമ്മളിങ്ങനെ കൊടുത്താൽ ലെസ് ദാൻ സിമ്പിൾ വരും. ദെൻ കോപ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് കോപ്പി കൊടുത്താൽ ഇങ്ങനെ വരും. ദെൻ TM എന്ന് വരണമെങ്കിൽ ട്രേഡ് കൊടുത്താൽ മതി, ട്രേഡ് മാർക്കിന്. രജിസ്റ്റേർഡ് എന്ന് വരാൻ കോളൻ കൊടുത്താൽ, സെമികോളൻ കൊടുത്താൽ രജിസ്റ്റേർഡ് സിമ്പിൾ വരും. ദെൻ ഇമേജ് ടാഗ് എന്ന് പറയുന്നത് അതിലേക്ക് ഇമേജ് വെബ് പേജിൽ ഇമേജ് ഇൻസേർട്ട് ചെയ്യാനാണ്. SRC എന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ പേര് കൊടുക്കാൻ. അലൈന് ടോപ്പിൽ വേണം, മിഡിൽ വേണം എന്നുള്ള അലൈൻമെൻറ്റ് കൊടുക്കാൻ. വിഡ്ത്ത് ഇമേജിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യാനും ഹൈറ്റ് ഇമേജിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യാനും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ വെബ് ഡിസൈനിങ് യൂസിങ് HTML ലിസ്റ്റ് 3 തരത്തിലുള്ള ലിസ്റ്റാണുള്ളത്. അൺഓർഡേർഡ് ഉണ്ട്, ഓർഡേർഡ് ഉണ്ട്, ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ട്. അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് വെച്ചാൽ ഓർഡർ ഇല്ല, അതിങ്ങനെ ബുള്ളറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ സ്ക്വയർ ഒക്കെ ആയിട്ടോ അങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നതാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. അതിന് UL ടാഗാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആട്രിബ്യൂട്ട് വരുന്നതാണ് ഡിസ്ക്, സ്ക്വയർ, സർക്കിളൊക്കെ. ദെൻ ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, നമുക്ക് നമ്പേഴ്സ് കൊടുത്ത് 1 2 3 അല്ലെങ്കിൽ 1 2 3 എന്നൊക്കെ പറഞ്ഞ് ഓർഡർ കൊടുക്കാൻ പറ്റുന്നത്. അതിന് OL ടാഗാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, LI എടുത്തിട്ടാണ് ഓരോ ഐറ്റം ലിസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ HTML കോഡിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് നോക്കിയാൽ മതി. ദെൻ ഡെഫിനീഷൻ ലിസ്റ്റ് ഉണ്ട്, ഡെഫിനീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് DL ടാഗാണ് യൂസ് ചെയ്യുന്നത്. ആ ഡെഫിനീഷൻ്റെ തന്നെ ടേം
കൊടുക്കാൻ വേണ്ടിയിട്ട് DT ടാഗും ആ ടേമിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് DD ടാഗും നമ്മൾ യൂസ് ചെയ്യും. ദെൻ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ വേറെ ലിസ്റ്റ് കൊടുക്കുന്നതാണ് നെസ്റ്റഡ് ലിസ്റ്റ്. ദെൻ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെബ് പേജിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന എലമെൻറ്റിനെയാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലിങ്ക് കൊടുക്കാൻ നമ്മൾ എ ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. എ ടാഗിൻ്റെ ആട്രിബ്യൂട്ട് വരുന്ന HERF-ലാണ് ആ ലിങ്ക്, ആ URL നമ്മൾ എഴുതുക. നെയിം എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ആ ഒരു ലിങ്ക് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ PSC എന്നാണെങ്കിൽ PSCയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ www.psk.kpsc.gov.in ആ ഒരു ലിങ്കിലേക്ക് പോകാൻ. അപ്പോൾ PSC എന്നുള്ള ഒരു നെയിം കൊടുക്കുന്നതാണ് നെയിം. ദെൻ എക്സ്റ്റേണൽ ലിങ്ക് ഉണ്ട്, ഇന്റേണൽ ലിങ്ക് ഉണ്ട്. എക്സ്റ്റേണൽ ലിങ്ക് എന്ന് വെച്ചാൽ ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് പുറമേക്ക് ലിങ്ക് പോകുന്നതാണ് എക്സ്റ്റേണൽ ലിങ്ക്. ദെൻ ഇന്റേണൽ ലിങ്ക് ഉണ്ട് ആ സെയിം ഡോക്യുമെന്റിൽ തന്നെ ലിങ്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ഇമെയിൽ ലിങ്ക് ഒന്നും വലിയ അത്യാവശ്യം ഇല്ല. ദെൻ മ്യൂസിക് ആൻഡ് വീഡിയോസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എംബഡ് ഉണ്ട്. ദെൻ നോ എംബഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എംബഡ് ടാഗ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് കാണിക്കാനാണ് നോ എംബഡ് ഉള്ളത്. ദെൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാൻ BG സൗണ്ട് ഉണ്ട്. വെബ് പേജിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ടേബിൾ ടാഗ് ഉണ്ട്. റോ കൊടുക്കാൻ ടേബിൾ റോയും ഹെഡിങ് കൊടുക്കാൻ THും അതിലെ ഡേറ്റ കൊടുക്കാൻ TD ടാഗുമാണ് യൂസ് ചെയ്യുന്നത്. ടേബിൾ ടാഗിൻ്റെ മറ്റ് ആട്രിബ്യൂട്ട്സ് ആണ് ബോർഡർ എന്ന് മാത്രം, ബോർഡറിന് തിക്നെസ് വേണമെന്ന് സെറ്റ് ചെയ്യാൻ, ബോർഡർ കളറ്, ബോർഡറിൻ്റെ കളർ കൊടുക്കാൻ, അലൈന് ടേബിളിൽ എവിടെ വേണം, നടുക്ക് വേണോ മുകളിൽ വേണോ എവിടെയാണ് ആ ഡേറ്റ കൊടുക്കേണ്ടതെന്ന് അറിയാൻ, BG കളറ് ബാക്ക്ഗ്രൗണ്ട് കളറിനും ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കൊടുക്കാൻ ബാക്ക്ഗ്രൗണ്ടും, സെൽ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ സെല്ലുകൾ തമ്മിൽ എന്ന് മാത്രം സ്പേസ് വേണം, സെൽ പാഡിംഗ് എന്ന് വെച്ചാൽ സെൽ ബോർഡറും അതിൻ്റെ കണ്ടന്റും തമ്മിൽ എന്ന് മാത്രം സ്പേസ് വേണം എന്നുള്ളതാണ് സെൽ പാഡിംഗ് ഒക്കെ വരുന്നത്. ദെൻ TR ടാഗ് എന്ന് വെച്ചാൽ ടേബിൾ റോ ആണ്, അത് V ലൈൻ A ലൈൻ BG കളറൊക്കെയാണ് അതിൻ്റെ ആട്രിബ്യൂട്ട് വരുന്നത്. പിന്നെ ടേബിൾ ഡേറ്റ ടേബിൾ ഹെഡിങ് ഉണ്ട്. ആ ടാഗിന് അലൈൻ V ലൈൻ BG കളർ, കോൾ സ്പാൻ ഉണ്ട്. കോൾ സ്പാൻ എന്ന് വെച്ചാൽ എത്ര കോളം മെർജ് ചെയ്ത് ഒറ്റ കോൾ ആക്കണം, അതിന് കോൾ സ്പാൻ കൊടുക്കും. ഇപ്പോൾ ഇങ്ങനെയുള്ള റോസ് മെർജ് ചെയ്തുകൊണ്ട് ഒറ്റ റോ ആക്കണമെങ്കിൽ അതിന് റോ സ്പാൻ കൊടുക്കും. ഓക്കെ. ദെൻ ബ്രൗസർ വിൻഡോനെ ഡിവൈഡ് ചെയ്യാനാണ് ഫ്രെയിം സെറ്റ് ടാഗ് യൂസ് ചെയ്യുന്നത്. ഒന്നിലധികം പേജായിട്ട് സിംഗിൾ ബ്രൗസറിനെ ഡിവൈഡ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യും. കോൾസിൻ്റെ എത്ര ഫ്രെയിം ആക്കണം എന്നറിയാൻ, വെർട്ടിക്കലി ഇങ്ങനെ നീളത്തിൽ എത്ര ആക്കണം എന്നറിയാനാണ് കോൾസ് യൂസ് ചെയ്യുന്നത്. റോസ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഹൊറിസോണ്ടലി എത്ര പാർട്ട് ആക്കണം എന്ന് അറിയാനാണ് കോൾസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബോർഡർ ഉണ്ട്, ബോർഡറിൻ്റെ തിക്നെസ് സെറ്റ് ചെയ്യാനും ബോർഡർ കളർ ആ ബോർഡർ കളർ സെറ്റ് ചെയ്യാനും. പിന്നെ വെബ് പേജിലെ ഫോംസ് ആണ്, ഫോംസ് സെറ്റ് കൊടുക്കാൻ ഫോം ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്നത് ആക്ഷൻ, അതായത് അതിൻ്റെ ആക്ഷനിലാണ് ആ ഒരു ഫോം ഹാൻഡിലിൻ്റെ URL, നമ്മൾ അതിൻ്റെ സൈറ്റ് ഉണ്ടല്ലോ അത് കൊടുക്കുന്നത്. മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വേണം ഇതിലേക്ക് ഡേറ്റ അപ്ലോഡ് ചെയ്യാനുള്ള മെത്തേഡ് കൊടുക്കും. ടാർഗറ്റിൽ എങ്ങനെ റിസൾട്ട് കാണിക്കണം എന്നുള്ളതും നെയിം ഇതിനൊരു നെയിം കൊടുക്കാനുമാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻപുട്ട് ടാഗ് ഉണ്ട്. ഇൻപുട്ട് ടാഗ് എന്ന് വെച്ചാൽ ഈ ഫോമിൽ തന്നെ പല തരത്തിലുള്ള കൺട്രോൾസ് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൽ വരുന്നതാണ് ടെക്സ്റ്റ് ഉണ്ട്. ടെക്സ്റ്റ് കൊടുക്കുന്ന ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ, പാസ്വേഡ് ചെക്ക് ബോക്സ് പാസ്വേഡ് കൊടുക്കാൻ, ദെൻ ചെക്ക് ബോക്സ് കൺട്രോളിന്, റേഡിയോ ബട്ടൺ കൺട്രോളിന്, റീസെറ്റ് ചെയ്യാൻ റീസെറ്റ് ബട്ടൺ കൊടുക്കും, സബ്മിറ്റ് ബട്ടൺ കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് ബട്ടൺ ആയിട്ടാണ് കൊടുക്കുന്നത്. ദെൻ സെലക്ട് ടാഗ് ഉണ്ട്. സെലക്ട് ടാഗ് എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് ഇങ്ങനെ വരണം, അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സെലക്ട് ടാഗ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആട്രിബ്യൂട്ട് വരുന്നത് നെയിം, സൈസ്, മൾട്ടിപ്പിൾ ഒക്കെയാണ്. ദെൻ ഓരോ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ഓരോ ഐറ്റംസ് ആഡ് ചെയ്യാൻ നമ്മൾ ഓപ്ഷൻ ടാഗ് കൊടുക്കും. ദെൻ ഫീൽഡ് സെറ്റ് ടാഗ്. ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ഗ്രൂപ്പ് റിലേറ്റഡ് എലമെന്റ്സ്, ഒരു ഫോമിലെ റിലേറ്റഡ് എലമെന്റ്സിനെ ഗ്രൂപ്പ് ചെയ്യാൻ ഫീൽഡ് സെറ്റ് ടാഗ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HTML പേജിൽ നമ്മൾ പ്രോഗ്രാം കോഡ്സ് എഴുതുന്നതിനാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് ക്ലയൻറ്റ് സൈഡും സർവർ ഇതുകൊണ്ടോ അതൊക്കെ ഏതാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ സ്ക്രിപ്റ്റ് ടാഗ് നമ്മൾ HTML പേജിൻ്റെ ഉള്ളിലാണ് സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിന് ഇമ്പോർട്ടൻറ്റ് ആട്രിബ്യൂട്ട് വരുന്നത് ലാംഗ്വേജും ടൈപ്പും ആണ് വരുന്നത് കേട്ടോ. പിന്നെ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഒരു മാർക്കും ചോദിക്കും. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടു ഡിസ്പ്ലേ എ ടെക്സ്റ്റ് ഇൻ ദ ബോഡി ഓഫ് എ വെബ് പേജിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാനാണ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡാറ്റ ടൈപ്പ്, ഈ ഒരു ജാവാസ്ക്രിപ്റ്റിലുള്ള ഡാറ്റ ടൈപ്സ് പറയുകയാണെങ്കിൽ 3 തരത്തിലാണ്. നമ്പർ ഉണ്ട്, എല്ലാ നമ്പേഴ്സും കൊടുക്കാൻ. സ്ട്രിങ് ഉണ്ട്, അതായത് ഇങ്ങനെ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്ത് നമുക്ക് കൊടുക്കാം. ബൂളിയൻ ഉണ്ട്, ട്രൂ ഓർ ഫാൾസ് വാല്യൂ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ജാവാസ്ക്രിപ്റ്റിലെ വേരിയബിൾസ് ആണ്, വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ നമ്മൾ വാർ എന്ന കീവേഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ദെൻ ജാവാസ്ക്രിപ്റ്റിലെ ഓപ്പറേറ്റേഴ്സ് ആണ് പ്ലസ്, മൈനസ്, ആസ്റ്ററിക്, ഇതൊക്കെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്സ്ക്രിപ്ഷൻ. ദെൻ പ്ലസ് ഇൻക്രിമെൻറ്റിനും മൈനസ് ഡിക്രിമെൻറ്റിനും യൂസ് ചെയ്യുന്നു. പിന്നെ അതല്ലാതെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സും റിലേഷണൽ ഓപ്പറേറ്റേഴ്സും ഒക്കെ ഇതിൽ വരുന്നതാണ്. പിന്നെ ലോജിക്കൽ ആൻഡ് ഉണ്ട്, ലോജിക്കൽ ഓർ ഉണ്ട്, ലോജിക്കൽ നോട്ട് ഉണ്ട്.
ദെൻ ജാവാസ്ക്രിപ്റ്റിലെ കൺട്രോളിന് വേണ്ടിയിട്ട് ഇഫ് സ്റ്റേറ്റ്മെൻറ്റും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും ഫോർ ലൂപ്പ് വൈൽ ലൂപ്പ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അവിടെ പഠിച്ചത് ഏകദേശം അങ്ങനെ തന്നെ. ജാവാസ്ക്രിപ്റ്റ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് പഠിക്കണം. അലേർട്ട്, നമുക്കൊരു പോപ്പ് മെസ്സേജ് സ്ക്രീനിൽ വരാനാണ് അലേർട്ട് യൂസ് ചെയ്യുന്നത്. ഈസ്നാൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത വാല്യൂ നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ. ടു അപ്പർ കേസിലേക്ക് മാറ്റാൻ, ഫംഗ്ഷൻ അപ്പർ കേസിലേക്ക് മാറ്റാൻ നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങിനെ. ടു ലോവർ കേസ് നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങിനെ ലോവർ കേസിലേക്ക് മാറ്റാൻ. ക്യാരറ്റ് ഒരു സ്ട്രിങ്ങിൽ പർട്ടിക്കുലർ പൊസിഷനിലുള്ള ക്യാരക്ടർ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അതാണത്. ലെങ്ത് പ്രോപ്പർട്ടി ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് മാത്രം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ വെബ് പേജിൽ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുന്നത് 3 രീതിയിലാണ്. ബോഡി ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കാറുണ്ട്, ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കാറുണ്ട്, അതല്ലാതെ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയലായിട്ടും കൊടുക്കാറുണ്ട്. ദെൻ വെബ് ഹോസ്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സ്റ്റോർ ചെയ്യാൻ വെബ് സെർവറിൽ ഒരു സ്ഥലം വേണം. ആ സ്ഥലം പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്, അവരെയാണ് വെബ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വെബ് ഹോസ്റ്റിംഗ് 3 രീതിയിലുണ്ട്. ഷെയർഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, അതായത് ഒറ്റ വെബ് സെർവറിൻ്റെ ഉള്ളിൽ ഒന്നിലധികം വെബ്സൈറ്റ്സ് സ്റ്റോർ ചെയ്യുന്നു. അതാണ് കൂടുതലും നടക്കുന്നത്. അത് കുഞ്ഞു വെബ്സൈറ്റ്സിന് നല്ലതാണ്, യൂസ് ചെയ്യാൻ എളുപ്പമാണ്, സർവീസ് പെർഫോമൻസ് കുറവായിരിക്കും. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഒറ്റ വെബ്സൈറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സിംഗിൾ വെബ് സെർവർ എടുക്കുന്നതാണ്. അത് കോസ്റ്റ്ലി ആണ്. ദെൻ വിർച്വൽ പ്രൈവറ്റ് സെക്ടർ ഉണ്ട്. വിർച്വലി എന്ത് ചെയ്തിട്ടുണ്ടാകും, ഒരു സെർവറിന് പല പാർട്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടാകും. അതാണ് VPS ഒക്കെ അതിൽ വരുന്നത്. ദെൻ ബൈയിങ് ഹോസ്റ്റ്, ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ. അതായത് ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻ്റർനെറ്റിൽ നമ്മുടെ വെബ്സൈറ്റ് കാണണമല്ലോ, അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഡൊമൈൻ നെയിം വാങ്ങിക്കണം. അപ്പോൾ ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ഈ ഒരു ഡൊമൈൻ നെയിം അവൈലബിൾ ആണോ, മറ്റാരെങ്കിലും എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ ദീസ് വെബ്സൈറ്റ് ചെക്ക് ദ ഡേറ്റാബേസ് ഓഫ് ഐക്യാൻ ദാറ്റ് കണ്ടെയ്ൻസ്. അപ്പോൾ ഐക്യാനിൽ ചെക്ക് ചെയ്യും. ഈ നമ്മളിപ്പോൾ ഒരു പേര് കൊടുത്തു, ഇപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫോർ +2 എന്നതാണ് നമ്മൾ ഡൊമൈൻ നെയിം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഓൾറെഡി ഉണ്ടോ, അങ്ങനെ ഒരു വെബ്സൈറ്റ് ഓൾറെഡി ഉണ്ടോ എന്നുള്ളത് ഐക്യാനിലാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ദെൻ FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് FTP എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് FTP പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്, FTP സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർസ് ആണ്. ഫയൽസില്ല, ക്യൂട്ട് FTP, സ്മാർട്ട് FTP ഒക്കെ ഇതിൽ വരുന്നതാണ്. ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെബ് ഹോസ്റ്റിംഗ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു, പൈസയൊന്നും കൊടുക്കണ്ട. പക്ഷേ അതിന് ലിമിറ്റേഷൻ ഉണ്ടാകും, അതിൽ ഒത്തിരി ആഡ്സ് വരും. പിന്നെ നമുക്ക് അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഫയലിൻ്റെ സൈസ് ചെറുതായിരിക്കും, വീഡിയോ ഓഡിയോ ചിലപ്പോൾ പെർമിറ്റ് ചെയ്യണമെന്നില്ല. CMS കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വിച്ച് ഇസ് വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം വിച്ച് ഇസ് കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ്, അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് വെബ്സൈറ്റ്. നമുക്ക് വെബ്സൈറ്റ് അതിൽ ക്രിയേറ്റ് ചെയ്യാം, അതിൽ കൺട്രോൾ ചെയ്യാം, പബ്ലിഷ് ചെയ്യാം. അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, ഈസി ആയിട്ട് നമുക്ക് വെബ്സൈറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. റെസ്പോൺസീവ് വെബ് പേജ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ഡിവൈസ് അനുസരിച്ചിട്ട് വെബ് പേജ് ഷ്രിങ്ക് ചെയ്യും, അല്ലെങ്കിൽ എല്ലാവർക്കും ഒക്കെ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു വെബ്സൈറ്റ് കയറുമ്പോൾ വ്യത്യാസമുണ്ട്, അതേ വെബ്സൈറ്റ് ഫോണിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്തെടുക്കുമ്പോൾ വ്യത്യാസമുണ്ട്. ഫോണിൻ്റെ സ്ക്രീൻ അനുസരിച്ച്, സൈസ് അനുസരിച്ച് അതിൽ ഷ്രിങ്ക് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ ടാബിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി അത് എക്സ്പാൻഡ് ആകുന്നുണ്ട്. സോ റെസ്പോൺസീവ് ആണ്, ഡിവൈസസ് അനുസരിച്ചിട്ട് അത് റെസ്പോൺസീവ് ആകുന്നു. അതാണ് റെസ്പോൺസീവ് വെബ് പേജ് സിസ്റ്റം, വെബ് ഡിസൈൻ എന്ന് പറയുന്നത്. ദെൻ ചാപ്റ്റർ 8 ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഡേറ്റാബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ ഡേറ്റയുടെ കളക്ഷനാണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റാബേസിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഡേറ്റ റിഡൻഡൻസി കുറയ്ക്കാൻ പറ്റും, ഡേറ്റ അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം, ഡേറ്റ ഇൻറ്റഗ്രിറ്റി ഉറപ്പ് വരുത്താൻ പറ്റും, ഡേറ്റയുടെ സെക്യൂരിറ്റി ഉറപ്പ് വരുത്താൻ പറ്റും, നമുക്കതിൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡേറ്റ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ക്രാഷായി പോയാൽ നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും, വളരെ എളുപ്പത്തിൽ ഡേറ്റ ഷെയർ ചെയ്യാനൊക്കെ സാധിക്കും. ദെൻ DBMSന് കമ്പോണൻസ് വരുന്നതാണ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡേറ്റ യൂസേഴ്സ്, പ്രൊസീജിയേഴ്സ്. ഹാർഡ്വെയർ എന്ന് വെച്ചാൽ നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന ആ ഭാഗമാണ് DBMSൻ്റെ. അതായത് സെർവർ, PC, ഹാർഡ് ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ് ഇതൊക്കെയാണ് വരുന്നത്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്, യൂട്ടിലിറ്റീസ് ആണ് ഇതിൽ വരുന്നത്. നമ്മൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനും ടാബുലേഷൻസിനൊക്കെ യൂസ് ചെയ്യും. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് മാനേജ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ്റെയും ഡാറ്റാബേസിൽ എന്തായിരിക്കും, ഡേറ്റ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ആ ഒരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നത് പല ഫോമിലാണ്, ഇൻ ദ ഫോം ഓഫ് ഫീൽഡ്, റെക്കോർഡ്, ഫയൽസിലാണ്. ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത ഡേറ്റയുടെ സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഫീൽഡിൻ്റെ കളക്ഷനെയാണ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഒരേ ടൈപ്പ് റെക്കോർഡ്സിനെയാണ് ഫയൽസ് എന്ന് പറയുന്നത്.
ദെൻ യൂസേഴ്സ് എന്ന് വെച്ചാൽ ഈ ഡാറ്റാബേസ് പല പല ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് യൂസ് ചെയ്തുകൊണ്ട് ഇത് ആക്സസ് ചെയ്യുന്ന ആളുകളെയാണ് യൂസേഴ്സ് എന്ന് പറയുന്നത്. പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഡാറ്റാബേസ് നമുക്ക് ഡിസൈൻ ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന റൂൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് പ്രൊസീജിയേഴ്സ്. ദെൻ ഡാറ്റ ആബ്സ്ട്രാക്ഷൻ, നമ്മൾ ഡാറ്റ ഇങ്ങോട്ട് എടുക്കുന്നു, ആബ്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നു. അത് പല ലെവലുണ്ട്. ഫിസിക്കൽ ലെവലുണ്ട്, ലോജിക്കൽ ഉണ്ട്, വ്യൂ ലെവലുണ്ട്. ഫിസിക്കൽ ലെവൽ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലോവസ്റ്റ് ലെവലാണ്. അതായത് ആക്ച്വലി ഇതിൽ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, സെക്കൻഡറി സ്റ്റോറേജിൽ ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് എന്തിൽ കാണാൻ പറ്റും, ഫിസിക്കൽ ലെവലിൽ കാണാൻ പറ്റാം. ലോജിക്കൽ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ആ ഡേറ്റകൾ തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളതൊക്കെ. അതായത് അത് കൂടുതലും ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഈ ലെവൽ യൂസ് ചെയ്യുന്നത്. വ്യൂ ലെവൽ എന്ന് പറയുന്നതാണ് ഹയസ്റ്റ് ലെവൽ. ഇറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ദി യൂസേഴ്സ്. അതായത് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ വേ ഇൻ വിച്ച് ഇൻഡിവിജ്വൽ യൂസേഴ്സ് വ്യൂ ദ ഡാറ്റ. ഓരോരുത്തരും ഇത് ആക്സസ് ചെയ്യുന്ന ഓരോരുത്തരും ഇത് എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് വ്യൂ ലെവൽ വരുന്നത്. ദെൻ ഡാറ്റ ഇൻഡിപെൻഡൻസ് ഉണ്ട്. ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസ് എബിലിറ്റി ടു മോഡിഫൈ ദ സ്കീമ. സ്കീമ എന്ന് വെച്ചാൽ എന്താണ്, ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ. മറ്റുള്ള ഹയർ ലെവലിലുള്ള ഡാറ്റാബേസിന്റെ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യാതെ ഒരു ലെവലിലുള്ള ഡാറ്റാബേസിന്റെ സ്ട്രക്ചറിനെ മോഡിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിന്റെ എബിലിറ്റിനെയാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അത് ഫിസിക്കൽ ഉണ്ട്. ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എബിലിറ്റി ടു മോഡിഫൈ സ്കീമ അറ്റ് ദ ഫിസിക്കൽ ലെവൽ. ലോജിക്കൽ ലെവലിലെ സ്കീമിനെ അഫക്റ്റ് ചെയ്യാതെ ഫിസിക്കൽ ലെവലിലുള്ള സ്കീമ മാറ്റാൻ പറ്റുന്നതാണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലോജിക്കൽ ലെവലിലുള്ള സ്കീമ മോഡിഫൈ ചെയ്യാം, വ്യൂ ലെവലിലുള്ള സ്കീമിനെ അഫക്റ്റ് ചെയ്യാതെ. ദെൻ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന യൂസേഴ്സ് ഉണ്ട്. DBA ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ ഉണ്ട്, സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ഉണ്ട്, നേവി യൂസേഴ്സ് ഉണ്ട്. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിൽ സെൻട്രൽ കൺട്രോൾ ഉള്ള ആളുകളാണ് ഇതിൽ വരുന്നത്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് C++, ജാവ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് ആണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ക്വറീസ് ഒക്കെ കൊടുത്ത് ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ്, അനലിസ്റ്റ്, സയൻറ്റിസ്റ്റ് ഒക്കെയാണ് സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. നേവി യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് അത്ര അങ്ങനെ ഡീറ്റെയിൽഡ് നോളജ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നേരത്തെ ആരൊക്കെ എഴുതി വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഡാറ്റ യൂസ് ചെയ്യുന്നു, ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ബാങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉള്ളതുണ്ടല്ലോ, ബില്ലിങ്ങിനൊക്കെ ക്ലർക്ക് യൂസ് ചെയ്യുന്നത്, അത് നേവി യൂസറിൽ വരും. ദെൻ റിലേഷണൽ ഡാറ്റ മോഡൽ. ഡാറ്റാബേസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ടേബിളിൻ്റെ രൂപത്തിലാണ്. ആ ടേബിളിനെയാണ് റിലേഷൻ എന്ന് പറയുന്നത്. ടേബിളിൻ്റെ രൂപത്തിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യാറുള്ളത്. അപ്പോൾ ഡാറ്റാബേസ് പ്രോഡക്ട്സ് റിലേഷണൽ മോഡലാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിന് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നു. RDBMSന്റെ കുറച്ച് എക്സാമ്പിൾ ഒറക്കൽ, MySQL, DB2 ഒക്കെ. പിന്നെ RDBMSൽ കുറച്ച് ടേംസും അതെന്താ ഉദ്ദേശിക്കുന്നത്. എൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിയൽ വേൾഡിലുള്ള എന്ത് സംഭവം എൻറ്റിറ്റിയാണ്. റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേബിളിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. ടപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള റോസിനെയാണ് ടപ്പിൾ എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളത്തിനെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേബിളിൽ ഒരു റിലേഷനിൽ എന്തുമാത്രം നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അതായത് എന്തുമാത്രം കോളം ഉണ്ട് എന്നതാണ് ഡിഗ്രി. അതേപോലെ തന്നെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിൽ എന്തുമാത്രം റോ ഉണ്ട് എന്നുള്ളതാണ് കാർഡിനാലിറ്റി. ദെൻ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇസ് എ പൂൾ ഓഫ് വാല്യൂസ് ഫ്രം വിച്ച് ആക്ച്വൽ വാല്യൂസ് അപ്പിയറിംഗ് ഇൻ എ ഗിവൻ കോളം ആർ ഡ്രോൺ. അതായത് കുറേ പൂൾ ഓഫ് വാല്യൂസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡൊമൈൻ ഓഫ് ദ കോളം ബാച്ച് ഇൻ ദ റിലേഷൻ സ്റ്റുഡൻറ് എന്ന് പറഞ്ഞതിൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് അങ്ങനെ ഒരുപാട് വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കും, ഡൊമൈൻ ആയിട്ട് നമ്മൾ കോളം ബാച്ചാണ് കൊടുക്കുന്നത്. ദെൻ സ്കീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറാണ്. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ instance of a relation is a set of tuples in which each tuple has the same number of field. അതായത് സെയിം നമ്പർ ഓഫ് ഫീൽഡ് ഉള്ള ടപ്പിൾസിനെ എല്ലാത്തിനും ചേർത്തിട്ട് ഒരു സെറ്റിനെയാണ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ കീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമുക്ക് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റുന്ന ചില പ്രത്യേകതകൾ ഉണ്ടാകും, ചില കോളംസ് ഉണ്ടാകും, അതിനെയാണ് കീസ് എന്ന് പറയുന്നത്. അപ്പോൾ കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോളത്തിലെ ഒരു റോനെ പ്രത്യേകമായിട്ട് എടുത്ത് യുണീക്കലി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് കീ ആയിട്ട് നമ്മൾ ഒരിക്കലും ഒരു പ്ലേസോ മാർക്കോ ഒന്നും കൊടുക്കാറില്ല. കാൻഡിഡേറ്റ് കീ യുണീക്ക് ആയിരിക്കും, ഒരാൾക്ക് ഒരെണ്ണേ ഉണ്ടാകുള്ളൂ. അത് നമ്മൾ അഡ്മിഷൻ നമ്പർ, രജിസ്റ്റർ നമ്പറൊക്കെയാണ് കൂടുതൽ കൊടുക്കാറ്. ദെൻ കാൻഡിഡേറ്റ് കീ കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നതാണ് പ്രൈമറി കീ. പ്രൈമറി കീ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രൈമറി കീ ഈസ് വൺ ഓഫ് ദ കാൻഡിഡേറ്റ് കീ ചൂസൺ യൂണീക്ക്ലി. യൂണീക്ക് ആയിട്ടുള്ള ഒന്നിലധികം ഫീച്ചർ ഉണ്ടാവും, അപ്പോൾ അതിലൊന്നാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്.
ഓൾട്ടർനേറ്റ് കീ എന്ന് പറഞ്ഞാൽ പ്രൈമറി കീ അല്ലാത്ത കാൻഡിഡേറ്റ് കീ ആണ് ഓൾട്ടർനേറ്റ് കീ. ഫോറിൻ കീ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എ കീ ഇൻ എ ടേബിൾ ക്യാൻ ബി കോൾഡ് ഫോറിൻ കീ ഇഫ് ഇറ്റ് ഇസ്. അപ്പോൾ ഒരു കീ മറ്റൊരു ടേബിളിൽ അത് പ്രൈമറി കീ ആണ്, ഇതിൻ്റെ ഉള്ളിൽ പക്ഷേ ഈ കീ വന്നിട്ടുണ്ട് ഇതിൽ പ്രൈമറി അല്ലെങ്കിൽ അതിനെ ഫോറിൻ കീ എന്നും പറയാറുണ്ട്. ദെൻ റിലേഷണൽ ആൾജിബ്ര, യൂണറി ഉണ്ട്, അതുപോലെ തന്നെ ബൈനറി ഓപ്പറേഷൻ ഉണ്ട്. സിലക്ട് എന്ന് പറയുന്നത് ഈ ഒരു സിഗ്മ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ആ റിലേഷൻ എന്ന് വെച്ചാൽ ടേബിളിൽ കുറച്ച് റോസ് സെലക്ട് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫോർമാറ്റ് ഇതാണ്. ദെൻ പ്രൊജക്റ്റ് ഓപ്പറേഷൻ, പ്രൊജക്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? പൈ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ടു സെലക്ട് സർട്ടൻ ആട്രിബ്യൂട്ട്സ് ഫ്രം ടേബിൾ ആൻഡ് ഫോംസ് എ ന്യൂ റിലേഷൻ. നമ്മുടെ ഒരു ടേബിളിൽ കുറച്ച് ആട്രിബ്യൂട്ട് എടുത്തുകൊണ്ട് പുതിയൊരു ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രോജക്റ്റ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ജനറൽ ഫോർമാറ്റ് ഇതാണ്. ദെൻ യൂണിയൻ ഓപ്പറേറ്റർ ഉണ്ട്. യൂണിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് റിട്ടേൺസ് എ റിലേഷൻ ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ടപ്പിൾസ് അപ്പിയറിംഗ് ഇൻ 2 സ്പെസിഫൈഡ് റിലേഷൻ. രണ്ട് ടേബിളിലും മുഴുവൻ ടപ്പിൾസും എടുത്ത് പുതിയൊരു ടേബിൾ ഉണ്ടാക്കാനാണ് യൂണിയൻ യൂസ് ചെയ്യുന്നത്. ഇന്റർസെക്ഷൻ ഓപ്പറേറ്റർ ഉണ്ട്. ഇന്റർസെക്ഷൻ ഓപ്പറേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? ടപ്പിൾസ് അപ്പിയറിംഗ് ഇൻ ബോത്ത്. രണ്ട് ടേബിളും കോമൺ ആയിട്ട് വരുന്ന ടപ്പിൾസ് മാത്രം എടുത്ത് പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും. സെറ്റ് ഡിഫറൻസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടു റിലേഷൻ കണ്ടെയ്ൻ ടപ്പിൾസ് അപ്പിയറിംഗ് ദ ഫസ്റ്റ് റിലേഷൻ. ആദ്യത്തെ ടേബിളിലുണ്ട് എന്നാൽ സെക്കൻഡ് ടേബിളിൽ ഇല്ലാത്ത ടപ്പിൾസ് ഉണ്ടാകുമല്ലോ. രണ്ട് ടേബിൾ, അതിൽ ആദ്യത്തെ ടേബിളിലുണ്ട് മറ്റേതിലില്ല. അങ്ങനെയുള്ള ടപ്പിൾസ് കണ്ടുപിടിച്ച് പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണ് സെറ്റ് ഡിഫറൻസ് യൂസ് ചെയ്യുന്നത്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഓൾ പോസിബിൾ കോമ്പിനേഷൻ, രണ്ട് ടേബിളിലുള്ള ടപ്പിൾസിന് മുഴുവൻ പോസിബിൾ കോമ്പിനേഷനും വെച്ചിട്ട് പുതിയൊരു ടേബിൾ ഉണ്ടാക്കാനാണ് കാർട്ടീഷ്യൻ യൂസ് ചെയ്യുന്നത്. ചാപ്റ്റർ 9 സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇസ് എ ലാംഗ്വേജ് ഡിസൈൻഡ് ഫോർ മാനേജിങ് ഡേറ്റ ഇൻ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ ഡേറ്റ മാനേജ് ചെയ്യാനാണ് SQL യൂസ് ചെയ്യുന്നത്. SQLിലൂടെയാണ് നമുക്ക് റിലേഷണൽ ഡേറ്റാബേസുമായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. സിമ്പിളാണ്, ഫ്ലെക്സിബിളാണ്, പവർഫുള്ളാണ്. ദെൻ SQLിൻ്റെ കമ്പോണൻസ് പറയുകയാണെങ്കിൽ DDL ഉണ്ട്, ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്തിനു വേണ്ടിയിട്ടാണ്? ഡേറ്റാബേസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും റിമൂവ് ചെയ്യാനും യൂസ് ചെയ്യുന്നു. അതിൻ്റെ കമാൻഡ്സ് ആണ് ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ്. ദെൻ DML ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. ഓൾറെഡി സ്റ്റോർ ചെയ്ത ഡേറ്റ റിട്രീവ് ചെയ്തെടുക്കാനോ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ ഡേറ്റ ഇൻസേർട്ട് ചെയ്യാനോ ആ നിലവിലുള്ള ഡേറ്റ മോഡിഫൈ ചെയ്യാനൊക്കെയാണ് DML യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കമാൻഡ്സ് ആണ് സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ദെൻ ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ് DCL ഉണ്ട്. DCL എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ആക്സസ്, ഇതിലേക്ക് സെക്യൂരിറ്റി റീസൺസിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കൺട്രോൾ ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കമാൻഡ്സ് ആണ് ഗ്രാൻഡ്, റീവോക്ക് ഒക്കെ. ദെൻ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്തിന് യൂസ് കമാൻഡ് ക്രിയേറ്റ് ഡേറ്റാബേസ് എന്നുള്ള ആ ഒരു കമാൻഡ് കൊടുത്തിട്ടാണ് MySQL നമ്മൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ MySQL ഡാറ്റ ടൈപ്സ് പറയുകയാണെങ്കിൽ ന്യൂമറിക് ഉണ്ട്. ന്യൂമറിക്കിൽ വരുന്നതാണ് ഇൻറ്റീജർ നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ. ദെൻ അതുപോലെ തന്നെ ഡെസിമൽ പാർട്സ് ഉള്ള ഫ്രാക്ഷണൽ പാർട്സ് ഉള്ള നമ്പേഴ്സ് എന്ത് ചെയ്യും? അതാണ് ഇതിൽ വരുന്നത് ഡാറ്റ ടൈപ്പ് വരുന്നത്. പിന്നെ സ്ട്രിങ് വരുന്നുണ്ട്. സ്ട്രിങ്ങിൽ വരുന്നത് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ അതിൽ വരുന്നതാണ് ക്യാർ എന്ന് പറഞ്ഞത്. ക്യാർ എന്തിനു വേണ്ടിയിട്ടാണ്? എന്ത് ഡാറ്റ ടൈപ്പ് അതിൽ വരുന്നത്? ക്യാറിൽ വരുന്നത് ലെറ്റർ, ഡിജിറ്റ്, സ്പെഷ്യൽ സിമ്പിൾസ് ഒക്കെ. വാർക്യാർ ഉണ്ട്. വാർക്യാർ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേരിയബിൾ ലെങ്ത് സ്ട്രിങ്സ് റെപ്രസെൻറ്റ് ചെയ്യാനാണ്. അതായത് ഇറ്റ് അലോക്കേറ്റ്സ് ഓൺലി റിക്വയർഡ് സ്പേസ് ഫോർ എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിന് ഇത്ര സ്പേസ് എന്നുണ്ട്, ആ സ്പേസ് മാത്രമേ അതിന് ഇത് കൊടുക്കുകയുള്ളൂ. അതേസമയം ക്യാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഡാറ്റ ടൈപ്പിനും ഫിക്സഡ് ലെങ്ത് കൊടുക്കും. ദെൻ ഡേറ്റ് ആൻഡ് ടൈം ഡാറ്റ ടൈപ്പ് ഉണ്ട്. ആ ഡേറ്റ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡേറ്റ് ഡാറ്റ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. YYY ആണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് വരുന്നത്. പിന്നെ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം വാല്യൂസ് സ്റ്റോർ ചെയ്യാനാണ് ടൈം ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് ടേബിൾ ക്വറിയാണ് നമ്മൾ കൊടുക്കുക. പിന്നെ കോളം കൺസ്ട്രെയിൻസ്, അതായത് ഒരു ടേബിളിൻ്റെ കോളത്തിൽ നമുക്ക് കുറേ കൺട്രോൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കുറേ എന്തെങ്കിലും റൂൾസ് ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അതാണ് കോളം കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് നോട്ട് നൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നോട്ട് നൾ എന്നുള്ള കൺസ്ട്രെയിൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കോളത്തിൽ നൾ വാല്യൂസ് ഒന്നും വരില്ല. അതായത് എംപ്റ്റി വാല്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല.
പിന്നെ ഓട്ടോ ഇൻക്രിമെൻ്റ് ഉണ്ട്. ഓട്ടോ ഇൻക്രിമെൻ്റ് എന്ന് വെച്ചാൽ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കോളത്തിലെ വാല്യൂ ഡിഫോൾട്ട് വാല്യൂ 1 ആയിരിക്കും. ദെൻ അടുത്തതനുസരിച്ചിട്ട് 1 2 3 4 എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളാം. ദെൻ യുണീക്ക് ഉണ്ട്. യുണീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് നോ 2 rows ഹാവ് ദ സെയിം വാല്യൂ ഇൻ ദ കോളം. ഒരേ കോളത്തിൽ തന്നെ 2 റോയിൽ ഒരേ വാല്യൂ വരാതിരിക്കാൻ യുണീക്ക് കൊടുത്താൽ മതി. ദെൻ പ്രൈമറി കീ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൈമറി കീ എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പ്രൈമറി കീ നമ്മൾ കൂടുതലായിട്ടും അഡ്മിഷൻ നമ്പർ, രജിസ്റ്റർ നമ്പറൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പ്രൈമറി കീ യുണീക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈമറി കീ എന്ന് പറഞ്ഞ കൺസ്ട്രെയിൻ നമ്മൾ കൊടുക്കും. ദെൻ ഡിഫോൾട്ട് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കോളത്തിന് ഡിഫോൾട്ട് വാല്യൂ, ഇപ്പോൾ യൂസർ അതിൽ ഒന്നും എൻ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ഡിഫോൾട്ട് വാല്യൂ അതിൽ കൊണ്ടുവന്നോളാം. ദെൻ അതിപ്പോൾ പറഞ്ഞ കോളം കൺസ്ട്രെയിൻസ് ആണ്. ടേബിൾ കൺസ്ട്രെയിൻസ് ഉണ്ട്. ടേബിളിൽ നമുക്ക് കൺസ്ട്രെയിൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ആ ടേബിളിലേക്ക് ടേബിൾ കൺസ്ട്രെയിൻ എന്ന് വെച്ചാൽ ടേബിളിൽ കോളങ്ങൾക്ക് ഗ്രൂപ്പ് ഓഫ് കോളത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ടേബിൾ കൺസ്ട്രെയിൻ അപ്പിയർ ചെയ്യുന്നത് ആ ഒരു ടേബിൾ ഡെഫിനിഷൻ്റെ എൻഡിലാണ് ടേബിൾ കൺസ്ട്രെയിൻ വരുന്നത്. ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടേബിളിൻ്റെ സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞ കമാൻഡാണ് കൊടുക്കുന്നത് കേട്ടോ. ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ ഇൻസേർട്ട് ഇൻറ്റു എന്ന ടേബിൾ ഇൻസേർട്ട് ഇൻറ്റു എന്ന കമാൻഡ് കൊടുക്കും. ഇൻഫർമേഷൻ റിട്രീവ് ചെയ്തെടുക്കാൻ നമ്മൾ സെലക്ട് ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വാല്യൂസ് എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് കമാൻഡ് കൊടുക്കും. പിന്നെ ഒരു കണ്ടീഷനൊക്കെ വെച്ചിട്ട് നമുക്ക് ചില വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ വേറെന്ന് പറയുന്ന ക്ലോസ് നമ്മൾ കൊടുക്കും. അതൊക്കെ നമ്മൾ ഈ ഡാറ്റാബേസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓർഡർ ബൈ. നമുക്കിപ്പോൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഒക്കെ ഡേറ്റ കാണണമെങ്കിൽ ഓർഡർ ബൈ എന്ന് പറയുന്ന ക്ലോസ് നമ്മൾ കൊടുക്കും. പിന്നെ ഗ്രൂപ്പ് ബൈ, നമുക്ക് ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ വെച്ച് ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പ് ബൈ എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ കൊടുക്കും. ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ്, മോഡിഫൈ, ഡ്രോപ്പ്, റീനെയിം ടു എന്ന് പറഞ്ഞിട്ട് പല കമാൻഡ്സ് ഉണ്ട്. പിന്നെ 10th ചാപ്റ്റർ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. എൻ്റർപ്രൈസ് ആ എൻ്റർപ്രൈസിൽ പല ERP സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഡാറ്റാബേസുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അവർ ഷെയർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ERPയുടെ ഫങ്ഷണൽ യൂണിറ്റ്സ് പറയുന്നത് ഫിനാൻഷ്യൽ മൊഡ്യൂൾ ഉണ്ട്. ഈ മൊഡ്യൂളിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ട്, ഫിനാൻഷ്യൽ മൊഡ്യൂൾ എന്താ ചെയ്യുന്നത്, പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നുള്ള ഫിനാൻഷ്യൽ ഡേറ്റ എല്ലാം കളക്ട് ചെയ്തിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യും. മാനുഫാക്ചറിങ് മൊഡ്യൂൾ എന്താ ചെയ്യുന്നത്, എൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് മാനേജ് ചെയ്യും. പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂൾ എന്താ ചെയ്യുന്നത്, module is used for optimizing the utilization of available resources. അവൈലബിൾ റിസോഴ്സ് ഏറ്റവും ഒപ്റ്റിമം ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. HR മൊഡ്യൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിൻ്റെ ഡാറ്റാബേസ് കംപ്ലീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, അവരുടെ ഇൻഫർമേഷൻ, സാലറി ഡീറ്റെയിൽസ്, അറ്റൻഡൻസ് ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻവെൻട്രി കൺട്രോൾ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ സ്റ്റോക്ക് റിക്വയർമെൻറ്റ്, സ്റ്റോക്ക് എന്ന് മാത്രം വേണമെന്നുള്ളതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പർച്ചേസിങ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്രൈസിൽ നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാർക്കറ്റിംഗ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനെ ട്രാക്ക് ചെയ്യാൻ, കസ്റ്റമറുടെ ഓർഡേഴ്സും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാനൊക്കെ ഈ മൊഡ്യൂൾ യൂസ് ചെയ്യും. സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മൊഡ്യൂൾ നമ്മുടെ ഇൻക്വയറീസ്, ഓർഡർ പ്ലേസ്മെൻറ്റ്, ഓർഡർ ഷെഡ്യൂളിംഗ്, ഡിസ്പാച്ചിങ്, ഇൻവോയ്സ് ഇതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആവുന്നത്. ക്വാളിറ്റി മാനേജ്മെൻറ്റ് മൊഡ്യൂൾ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മാനേജ് ചെയ്യും. ദെൻ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, BPR എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ മൊത്തം വർക്ക് ഫ്ലോനെ പുതുക്കാണ്, റീഡിസൈൻ ചെയ്യുന്നതാണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിങ്. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ട്. ആദ്യം തന്നെ പ്രീ വാലുവേഷൻ സ്ക്രീനിങ് നമ്മൾ നടത്തും. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ ERP പാക്കേജസ് നോക്കിയിട്ട് നമുക്ക് ഏതാ പറ്റിയെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം പ്രോജക്റ്റ് പ്ലാനിങ് ആണ്. അതായത് ഈ ഫേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് സ്റ്റാർട്ട് ചെയ്യും, ഇംപ്ലിമെൻറ്റ് ചെയ്യും, നടപ്പിൽ വരുത്തും. അതിനുശേഷം ഗ്യാപ്പ് അനാലിസിസ്, ആക്ച്വലും നമ്മളിപ്പോൾ നടത്തിയതും തമ്മിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കും. ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ BPR, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, എല്ലാം നമ്മൾ റീ എഞ്ചിനീയറിംഗ് ചെയ്യും. അതിനുശേഷം ഇൻസ്റ്റാളേഷൻ ആൻഡ് കോൺഫിഗറേഷൻ, നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യാണ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഓർഗനൈസേഷനിൽ. ദെൻ ഇത് യൂസ് ചെയ്യാൻ ടീമിന് ട്രെയിനിങ് കൊടുക്കും. ദെൻ എന്ത് ചെയ്യും, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സിസ്റ്റം ടെസ്റ്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റ് ഒക്കെ നടത്തും. അതിനുശേഷം നമ്മുടെ എൻ്റെ ഓർഗനൈസേഷനിൽ മുഴുവനായിട്ട് ഇത് യൂസ് ചെയ്യുന്നു. അതിനുശേഷം എല്ലാവരിലേക്കും ഇതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നു. ദെൻ അതിനുശേഷം പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ, അതായത് നമ്മൾ ഓൾറെഡി
സെറ്റ് ചെയ്ത് വെച്ച ഒബ്ജക്റ്റീവ്സ് ഇത് മെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ERP സിസ്റ്റത്തിന് ബെനിഫിറ്റ് പറയാൻ റിസോഴ്സ് നല്ല രീതിയിൽ യൂസ് ചെയ്യാം, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാം, ആക്യുറേറ്റ് ഇൻഫർമേഷൻ കിട്ടും, ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി ഇൻക്രീസ് ആകും, ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ആകും. റിസ്ക് പറയുകയാണെങ്കിൽ കോസ്റ്റ് കൂടുതലാണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, അഡീഷണൽ ട്രെയിൻഡ് സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ട്, മെയിൻ്റനൻസ് ഇഷ്യൂസ് ഒക്കെ വരും. ദെൻ ERP പാക്കേജസ് ഒത്തിരി ഉണ്ട്, ഒറക്കിൾ ഉണ്ട്, സാപ്പ് ഉണ്ട്, സാപ്പിൻ്റെയൊക്കെ ഫുൾ ഫോം പഠിക്കണേ, ഓഡു ഉണ്ട്, അതൊരു ഓപ്പൺ സോഴ്സ് ERP ആണ്, മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ് ഉണ്ട്, ടാലി ERP ഉണ്ട്. ദെൻ ഇതുമായി റിലേറ്റ് ചെയ്ത മറ്റു ടെക്നോളജീസ് ആണ് PLM എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ എൻറ്റയർ ലൈഫ് മാനേജ് ചെയ്യുന്നതാണ് ഇതിൽ വരുന്നത്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ, ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ വരും. ദെൻ CRM കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, കസ്റ്റമറിനെ ഒരു എൻ്റർപ്രൈസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണല്ലോ കസ്റ്റമർ. സോ ആ ഒരു കസ്റ്റമറും ഓർഗനൈസേഷനും തമ്മിലൊരു നല്ലൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് CRM. ദെൻ MIS മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇവിടെ നമുക്ക് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് നമുക്ക് വേണ്ട റെലവൻറ്റ് ഇൻഫർമേഷൻസ് എല്ലാ രീതിയിലും എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആക്കാനാണ് MIS യൂസ് ചെയ്യുന്നത്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്നത് സപ്ലയറിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് ഗുഡ് കൃത്യമായിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. ദെൻ DSS ഉണ്ട്, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസിഷൻസ് ബിസിനസ്സിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് എടുക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ദെൻ ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതിൽ തന്നെ ഫസ്റ്റ് ജനറേഷൻ നെറ്റ്വർക്ക്സ് ഉണ്ട്. ഫസ്റ്റ് ജനറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് ബേസിക് വോയിസ് ഫെസിലിറ്റി മാത്രമേ ഉണ്ടായിരുന്നു, നമുക്ക് വോയിസ് കോൾ മാത്രമേ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് സെക്കൻഡ് ജനറേഷൻ 2G ഒക്കെ ഇറങ്ങുന്നത് അല്ലേ, സെക്കൻഡ് ജനറേഷൻ നെറ്റ്വർക്ക് വരുന്നത്. സെക്കൻഡ് ജനറേഷൻ നെറ്റ്വർക്കിലൂടെ കുറച്ചും കൂടി എന്താണ് നമുക്ക് MMS മൾട്ടിമീഡിയ മെസ്സേജസ് ഒക്കെ ചെയ്യാൻ പറ്റി. പിന്നെ അതേപോലെ തന്നെ 2G സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. GSM ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽസ്, CDMA കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, ഇതൊക്കെയാണ് 2Gയിൽ കൊണ്ടുവന്ന പോപ്പുലർ സ്റ്റാൻഡേർഡ്സ്. പിന്നെ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽസ്, ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിം യൂസ് ചെയ്തുകൊണ്ടാണ് അല്ലേ ഒരു നെറ്റ്വർക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പിന്നെ അതിൽ GPRSൻ്റെ എഡ്ജൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി, അത്രയും കൂടി ഇമ്പോർട്ടൻ്റ് ഇല്ല. പിന്നെ തേർഡ് ജനറേഷൻ നെറ്റ്വർക്ക് വന്നു, 3G വന്നു. അപ്പോൾ അവിടെ 2Gനേക്കാളും ഹയർ ഡേറ്റ കിട്ടി, ഹയർ ഡേറ്റ റേറ്റ് കിട്ടി. പിന്നെ 4G വന്നു, അവിടെ LTE ലോങ് ടേം ഇവല്യൂഷൻ ആണ്, LTE ആണ് യൂസ് ചെയ്യുന്നത്. LTE എന്നാണ് ഇതിനെ പറയുന്നത്, 4Gനെ പറയുന്നത് അല്ലേ. അവിടെ അൾട്രാ സ്പീഡിലേക്ക് വന്നു, ഇമേജും വീഡിയോസൊക്കെ ഗുഡ് ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ 5G വന്നിട്ടുണ്ട്, അൺലിമിറ്റഡ് ആക്സസ് ആണ് ഇൻഫർമേഷനിലേക്കും, ഡേറ്റ ഷെയർ ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക്. ദെൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസ് SMS ഉണ്ട്, ഷോർട്ട് മെസ്സേജസ് നമുക്ക് സെൻഡ് ചെയ്യാം. GSM സിസ്റ്റമാണ് ഇത് അലൗ ചെയ്യുന്നത്, 160 ക്യാരക്ടേഴ്സ് വരെ പറ്റുള്ളൂ. മൾട്ടിമീഡിയ മെസ്സേജിങ് സർവീസസ് ഉണ്ട്, നമുക്ക് മൾട്ടിമീഡിയ അതായത് ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോ, മ്യൂസിക് ഒക്കെ സെൻഡ് ചെയ്യാം. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS, നമുക്ക് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ടേംസ് അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇതിലേക്ക് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ GPSന് റിസീവേഴ്സ് ഉണ്ടാകും, മിനിമം 3 സാറ്റലൈറ്റ്സ് എങ്കിലും വേണ്ടി വരും 2D പൊസിഷൻ കണ്ടെത്താൻ. 3D പൊസിഷൻ കണ്ടെത്താൻ 4 അതിൽ കൂടുതൽ സാറ്റലൈറ്റ്സ് ഇതിന് ആവശ്യം വരും. ദെൻ സ്മാർട്ട് കാർഡ്സ് ഉണ്ട്, നമ്മളിപ്പോൾ ATM കാർഡ് യൂസ് ചെയ്യുന്നത്, ഫ്യൂവൽ കാർഡ്സ് ഒക്കെ ഉണ്ടല്ലോ. സ്മാർട്ട് കാർഡ് ഒരു പ്ലാസ്റ്റിക് കാർഡാണ്, അതിലൊരു കമ്പ്യൂട്ടർ ചിപ്പ് ഉണ്ടാകും, അതിൽ ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്യും. ദെൻ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് OS അല്ലേ, ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അത് പോപ്പുലർ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് ഉണ്ട്, ആപ്പിളിൻ്റെ iOS ഉണ്ട്, പിന്നെ ബ്ലാക്ക്ബെറിയുടെ ബ്ലാക്ക്ബെറി OS ഒക്കെ ഉണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് ഫോൺ ഉണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ടച്ച് സ്ക്രീൻ മൊബൈലുകൾക്ക് കൊണ്ടുവന്നതാണ്. 2003 ഡെവലപ്പ് ചെയ്തത്. ഗൂഗിൾ 2005 ഗൂഗിൾ ആൻഡ്രോയിഡിനെ അക്വയർ ചെയ്തു. ദെൻ ആൻഡ്രോയിഡിൽ ഒരുപാട് ലാർജ് കമ്മ്യൂണിറ്റി ഓഫ് ഡെവലപ്പേഴ്സ്, ആൻഡ്രോയിഡ് ഹാസ് എ ലാർജ് കമ്മ്യൂണിറ്റി ഓഫ് ഡെവലപ്പേഴ്സ് റൈറ്റിംഗ് ആപ്ലിക്കേഷൻ എഴുതുന്ന അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഷോർട്ടായിട്ട് ആപ്സ് എന്ന് പറയുന്നു. പിന്നെ മോസ്റ്റ് ഓഫ് ദ ആപ്സ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ഡൗൺലോഡ് ചെയ്യാം. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ. ICT ഇൻ ബിസിനസ് മേഖലയിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അതിൽ സോഷ്യൽ നെറ്റ്വർക്ക് ആൻഡ് ബിഗ് ഡേറ്റ അനലിറ്റിക്സ്, അതായത് മാർക്കറ്റ് ട്രെൻഡ്, കസ്റ്റമർ പ്രിഫറൻസസ്, അങ്ങനെയുള്ള വലിയ ഡേറ്റ സെറ്റ്സിനെ നമുക്ക് എക്സാമിൻ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ബിസിനസ് ലോജിസ്റ്റിക്സ് ഉണ്ട്. ബിസിനസ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൊഡക്ഷൻ നടക്കുന്ന പ്ലേസിൽ നിന്ന് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് മാനേജ്മെൻ്റ് ആണ് ഇതിൽ വരുന്നത്.
പിന്നെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ട്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൽ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടീൻ്റെ കോപ്പിറൈറ്റും ഉണ്ട്. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, പിന്നെ മറ്റേത് കോപ്പിറൈറ്റ്. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് പേറ്റൻറ്റ്. പേറ്റൻറ്റ് എന്താ ചെയ്യുന്നത്? ഒരു കണ്ടുപിടുത്തത്തിന് കിട്ടുന്ന ഒരു റൈറ്റാണ്, അത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് പേറ്റൻറ്റ്. അപ്പോൾ അതെന്ന് പറയുന്നത് 20 വർഷത്തേക്കായിരിക്കും ഉണ്ടാകുക പേറ്റൻറ്റ് കിട്ടുക കേട്ടോ. ദെൻ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലോഗോ, നമ്മുടെ ആ ഒരു ബ്രാൻഡ് ആ ലോഗോ ഉണ്ടല്ലോ, അതിന് നമ്മൾ പ്രൊട്ടക്ഷൻ എടുക്കുന്നതാണ്. അത് 10 വർഷത്തേക്കാണ് കിട്ടുക. 10 വർഷം കഴിഞ്ഞ് പിന്നെ പുതുക്കേണ്ടി വരും. ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് ഉണ്ടല്ലോ, ഓരോ ഒബ്ജക്റ്റീവ് മെഷീനറീസിൻ്റെ ഒക്കെ ഡിസൈൻസ്, അതിലേക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ എടുക്കാം. പിന്നെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഉണ്ട്, അതായത് ഒരു പ്ലേസിനെ ആ ഒരു പ്ലേസിലുള്ള ക്വാളിറ്റി പ്രോസസ്സ് ചെയ്തുകൊണ്ട് അവിടെ ആയിരിക്കും അത് കൂടുതൽ ഉണ്ടാകുക. അപ്പോൾ അവർ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ആക്കി അത് മാറ്റും. ഇപ്പോൾ പാലക്കാടൻ മട്ട, ആറന്മുള കണ്ണാടി, ഇതൊക്കെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ആണ്. ദെൻ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ഒറിജിനൽ വർക്കിന് വേണ്ടിയിട്ട് അയാൾ എടുക്കുന്ന ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് അയാൾ എടുക്കുന്ന ലീഗൽ റൈറ്റ് ആണ്. അപ്പോൾ ആ ഒരു കോപ്പിറൈറ്റ് എന്ന് പറയുമ്പോൾ ആ കോപ്പിറൈറ്റ് ഓണർ ഉണ്ടാകും. ദെൻ എന്താണ്, ആ കോപ്പിറൈറ്റ് ആ ഓതർക്ക് ഒരു 60 വർഷം വരെ കിട്ടും. After the copyright lasts for 60 years after the death of its author. മരിച്ചാലും ഒരു 60 വർഷം വരെ കോപ്പിറൈറ്റ് അയാൾക്ക് ഉണ്ടാകും. പിന്നെ ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് പോലുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അൺഓതറൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻഫ്രിഞ്ച്മെന്റ്. സൈബർ സ്പേസ് അറിയാലോ, സൈബർ ക്രൈം അറിയാലോ, ഇതൊക്കെ അറിയാലോ. ഇൻഡിവിജ്വൽസിനെതിരെയുള്ള സൈബർ ക്രൈം എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി തെഫ്റ്റ്, ഹറാസ്മെന്റ്, then impersonation, cheating, violation of privacy. പ്രോപ്പർട്ടിക്കെതിരെ വരുന്നതാണ് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, ഇന്റർനെറ്റ് ടൈം തെഫ്റ്റ്. ഗവൺമെന്റിനെതിരെ വരുന്നതാണ് സൈബർ ടെററിസം, വെബ്സൈറ്റ് ഡിഫേസ്മെന്റ്, ഗവൺമെന്റ് ഗവർണൻസ് വെബ്സൈറ്റ്സ് ഒക്കെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി. ഇനി സൈബർ ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഇന്റർനെറ്റിനെയൊക്കെ ഗവേൺ ചെയ്യുന്ന റൂൾസ് ആണ്. സൈബർ ഫോറൻസിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൈബർ ആയിട്ട് നടന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള ലോസും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ ഈ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് സൈബർ ഫോറൻസിക്സ് എന്ന് പറയുന്നത്. ഇൻഫോമാനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ഓവർലോഡിങ് ഇൻഫർമേഷൻ കൊണ്ട് വരുന്ന പ്രോബ്ലമാണ് ഇൻഫോമാനിയ. ഓക്കെ, സോ നമ്മൾ ഒറ്റ വീഡിയോയിൽ തന്നെ നോക്കിയിട്ടുണ്ട് കേട്ടോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ മുഴുവൻ ചാപ്റ്ററും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെ കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.